Good morning, everyone. Morning, sir. Okay. Good morning, sir. Okay. അപ്പം എല്ലാവരും കാണാം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഫൈൻ. റെക്കോർഡിംഗ് ഓൺ ആണ്. ഓക്കെ, സോ റിറ്റ്സിന്റെ വെബിനാറിലോട്ട് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എത്ര പേര് ഇതിനകത്ത് നെറ്റ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്ന ആളുകൾ എത്ര ഉണ്ടോന്ന് കൈവെക്കാമോ? ഫസ്റ്റ് എത്ര പേര് എഴുതാൻ വേണ്ടി പോകുന്നുണ്ട്? ഓക്കെ, ഫൈൻ. യെസ്, ഓക്കെ. നാല് ആളുകൾ കൈ പൊന്തിച്ചതായിട്ട് കാണുന്നുണ്ട്. എനിവൺ എൽസ്? കഴിഞ്ഞു? അത്ര പേരേ ഉള്ളൂ? 4 പേരേ ഉള്ളൂ പുതിയതായിട്ട് എഴുതാൻ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒന്നും കൂടി എഴുതാൻ പോവാണ്. ഓക്കെ, ഫൈൻ. അപ്പം UGC നെറ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കണം എന്താണെന്നുള്ളത്. സോ അൺഡൗട്ടഡ്ലി നമുക്ക് പറയാൻ പറ്റും, അത് ഇന്ത്യയിൽ തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം, യാതൊരു സംശയമില്ല. ഒരു ക്വാളിഫിക്കേഷൻ എക്സാം ആണത്. ഇതൊരു എൻട്രൻസ് എക്സാമിന് ഉപരി ഇതൊരു ക്വാളിഫിക്കേഷൻ എക്സാം എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നെറ്റ് എടുക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് പ്യോർലി ഫോർ അക്കാഡമിക് പേർപ്പസ് ആണ്. വേറൊരു പേർപ്പസും ഇല്ല, പ്യോർലി അക്കാഡമിക് ആണ്. ഒന്നിക്കൽ നിങ്ങൾക്ക് ടീച്ചർ ഈ പറയുന്ന കോളേജസിൽ പഠിപ്പിക്കാൻ വേണ്ടി, കാരണം ഇനി അങ്ങോട്ട് മാൻഡേറ്ററി ആവാൻ വേണ്ടി പോവാണ്. ഇത് അറൌണ്ട് 1989 ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഈ പറയുന്ന UGC നെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം. അതായത് മിനിമം അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് നമ്മളുടെ യൂണിവേഴ്സിറ്റീസിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളുടെ UGC എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്യും. ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് നെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് 2024 മുതൽ ഇത് ആദ്യം കാലത്ത് ഇത് നടത്തിയത് CBSE ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് അവരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അതിന് 2018 ശേഷം ഇതിപ്പം NTA ആണ് നടത്തുന്നത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അവരാണ് നടത്തുന്നത്. മുമ്പ് ഏകദേശം 3 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു UGC നെറ്റിന്റെ അകത്ത്. ഒരു പേപ്പർ ജനറൽ പേപ്പറും പിന്നെ 2 സബ്ജക്ട് സ്പെസിഫിക് പേപ്പേഴ്സും ആണ് ഉള്ളത്. പക്ഷെ 2018 ശേഷം സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടായി, NTA നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഓൾസോ ഇത് 2024 മുതൽ 3 കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ 3 കാറ്റഗറികൾക്ക് വേണ്ടിയിട്ട് നെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ക്ലാസിഫിക്കേഷൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. ഒന്ന് പ്യോർലി ഫോർ PhD പേർപ്പസ്. ഇപ്പം പണ്ട് പല കോളേജസിലും അവരവരുടെ ടെസ്റ്റ് ആയിരുന്നു PhD കയറണം എന്നുണ്ടെങ്കിൽ. അപ്പം അതെല്ലാം കൂടി ഒന്ന് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു സിംഗിൾ ടെസ്റ്റ് കൊണ്ടുവന്നു. PhDക്ക് ഇനിയിപ്പം ഇന്ത്യയിൽ PhDക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റിന്റെ ഇത് ക്വാളിഫൈ ചെയ്യണം. PhD ഓൺലി എന്ന് പറഞ്ഞൊരു കാറ്റഗറി വന്നിട്ടുണ്ട്. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ പ്ലസ് PhD എന്ന് പറയുന്ന കാറ്റഗറി, അതാണ് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഏരിയ അല്ലെ. അതിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും പലരും ശ്രമിക്കുന്നത്. അപ്പം രണ്ടാമത്തെ, അതായത് എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അതിന്റെ. പിന്നെ മൂന്നാമത്തേതായിട്ട് വരുന്നത് JRF ആണ്. JRF പ്ലസ് അസിസ്റ്റന്റ് പ്രൊഫസർ പ്ലസ് PhD എന്ന് പറയുന്ന കാറ്റഗറി, അത് ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി ഈ ഒരു എക്സാമിനകത്ത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 2 സൈക്കിൾസിലായിട്ട് നടക്കുന്നത്. ജൂണിലും ഡിസംബറിലും നടക്കുന്നുണ്ട് ഈ എക്സാം എന്ന് പറയുന്നത്. ജൂൺ എക്സാമും ഉണ്ട്, ഡിസംബർ എക്സാമും ഉണ്ട്. ആൻഡ് ഇതിന്റെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് എന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രീവിയസ് ഇയറിലുള്ള കുറച്ച് കാലത്തെ ഡാറ്റ പരിശോധിച്ചപ്പം മനസ്സിലാവുന്നത്, എവറി സൈക്കിൾ നമ്മളുടെ UGC നെറ്റ് ലോ സബ്ജക്ട് കോഡ് 58 ആണ് വരുന്നത്. അതിനകത്ത് എല്ലാ സൈക്കിളിലും, ഇപ്പൊ 2 സൈക്കിൾസ് ഉണ്ട്, ഓരോ സൈക്കിളിലും അറൌണ്ട് ഒരു 35,000 to 40,000 ആൾക്കാർ എഴുതുന്ന ഒരു എക്സാം ആണ് UGC നെറ്റിന്റെ ലോ എക്സാം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ എവറി സൈക്കിൾ, ഞാൻ എവറി സൈക്കിളിന്റെ കണക്കാണ് പറയുന്നത്, അതിൻ്റെ അകത്ത് 0.6% ആൾക്കാർ മാത്രമാണ് JRF ക്വാളിഫൈ ചെയ്യുന്നത്. അതായത് നമ്മളൊരു 1000 ആസ്പിറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 ആളുകൾ മാത്രമാണ് JRFന് ക്വാളിഫൈ ആവുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോ നെറ്റിന്റെ നോക്കുകയാണെങ്കിൽ 7% ആ സൈക്കിളിൽ, പെർ സൈക്കിൾ, ഇപ്പൊ ജൂൺ ആണെങ്കിൽ ജൂണിൽ എഴുതുന്ന 7% ആളുകളാണ് ഈ പറയുന്ന UGC നെറ്റ് ക്ലിയർ ചെയ്യുന്നത്. ബാക്കി 93% ആൾക്കാർക്കും
ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്നത് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പം ഈ ഡോട്ടുകളെ റെപ്രസെന്റ് ചെയ്യുന്ന 1000 സ്റ്റുഡൻസ് ആണ്, 1000 കാൻഡിഡേറ്റ്സ് ആണ്. അതിനകത്ത് ഈ പറയുന്ന ഗോൾഡൻ കളറുള്ള ആളുകൾ മാത്രമാണ് JRF നേടിയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ക്രിംസൺ കളറുള്ളതെല്ലാം നെറ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരാണ്. ആൻഡ് ബാക്കി വരുന്നത് ഗ്രേയിലുള്ള ആൾക്കാർ ഒന്നിക്കൽ ക്വാളിഫൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ PhD ഓൺലി എന്നുള്ള രീതിയിൽ വരുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ, ഒരു വിഷ്വലി ഒരു ഐഡിയ കിട്ടുകയാണ് ഇത് എത്രമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇത് ഡിഫിക്കൽട്ടിനെക്കാട്ടും കൂടുതൽ ഇതില് കുറച്ച് അധികം നമ്മൾ സ്ട്രാറ്റജിക്കലി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. ഡിഫിക്കൽട്ടി വരാനുള്ളതിന്റെ കാരണം ഇതിന്റെ കട്ട് ഓഫുകളുടെ കാര്യമാണ്, ഇതിന്റെ സിലബസ് ആണ്. കാരണം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസും ആണ് ഈ പറയുന്ന എക്സാമിനുള്ളത്. അപ്പം ഇതിന്റെ എക്സാം സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 150 ചോദ്യങ്ങളാണ് ഉള്ളത്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 2 പേപ്പേഴ്സ് ആണുള്ളത്. പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതിനകത്ത് ഒരു 10 സബ്ജക്ട്സ് ഉണ്ട്. ഈ പേപ്പർ എല്ലാവരും, ഏത് സബ്ജക്ട്, ഏത് ആൾക്കാർ, എല്ലാ ആൾക്കാരും ഈ പേപ്പർ എഴുതേണ്ടതാണ്. പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജനറൽ പേപ്പർ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ഉണ്ട്. ഞാൻ ഏതൊക്കെ ടോപ്പിക്സ് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ അകത്ത് ഒരു 50 ചോദ്യങ്ങൾ അതിനകത്ത് വരും. പിന്നെ പേപ്പർ 2 അത് നമ്മളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതായത് ലോ സബ്ജക്റ്റിന്റെ പേപ്പറാണ്. അപ്പൊ ഇതിനകത്ത് 100 ചോദ്യങ്ങളാണ് വരുന്നത്. ശരി ഉത്തരത്തിന് 2 മാർക്കാണ് വരുന്നത്. ആൻഡ് തെറ്റുത്തരത്തിന് മാർക്ക് പോവുകയില്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അത് വലിയൊരു ഭാഗ്യമാണ്. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി, കാരണം ഇനിയും കോമ്പറ്റീഷൻ കൂടുകയുള്ളൂ, ഇനി അങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പം ഇനി അങ്ങോട്ട് ഇനി ഈ വർഷവും മേ ബി നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പോവുക. കഴിയുന്നതും ഈ ഒരു സമയത്ത് തന്നെ എല്ലാവരും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ ഒരു എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കണം. കാരണം നെഗറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രയാസമാവും നമുക്ക് ഇത് നേടുക എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ഇല്ലാത്ത ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് നമ്മളുടെ UGC നെറ്റ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ടൈം പറയുന്നത് 3 മണിക്കൂറുമാണ്. നമുക്ക് നല്ല സമയമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സമയമുണ്ട്. അപ്പം ആ സമയം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കൂടി നമുക്ക് പറയാം. കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 മാർക്കാണ് ശരി ഉത്തരത്തിനുള്ളത്. തെറ്റുത്തരത്തിന് 1 മാർക്കും പോകുന്നില്ല. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇത് നമ്മുടെ OMR ഷീറ്റിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ. പക്ഷെ OMR-ലോട്ട് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ആ എക്സാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പേപ്പർ ലീക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സാം പലരും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഡേ അവര് UGC എക്സാം നടത്തിയതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പേപ്പർ ലീക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം, വാട്സാപ്പ് ചാനലുകളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നീട് അവരത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി OMR എന്നുള്ളത്. പിന്നെ തിരിച്ച് CBT-ലോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. നിങ്ങൾക്ക് ചോയ്സ് എന്നുള്ളതല്ല, ഓപ്ഷൻസ് ഒന്നും ഇല്ല. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ്. 150 ക്വസ്റ്റ്യൻസിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം എല്ലാം എഴുതുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. പേപ്പർ 1-ന്റെ അകത്ത് നോക്കുമ്പോൾ, പേപ്പർ 1-നെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അത്രയും ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ആണ് പേപ്പർ 1 എന്ന് പറയുന്നത്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് ഇത് UGC നെറ്റ് ലോന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ലോ പേപ്പേഴ്സ് നന്നായിട്ട് പഠിച്ചു പോവാം എന്ന രീതിയിൽ. ഇതന്നെയാണ് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അതിന് രണ്ടിനും പ്രയോറിറ്റി കൊടുക്കുന്നില്ല. 2 പേപ്പേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ 50 ചോദ്യങ്ങളാണ് വരുന്നെങ്കിൽ പോലും ഈ പേപ്പർ 1 ആണ് ഏറ്റവും ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് പേപ്പർ 1 ആണ്. കാരണം പേപ്പർ 2 മിക്കവാറും എല്ലാവരും പഠിക്കുന്ന ഒരു ഏരിയ ആണ്, പഠിച്ചു വരുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് കിട്ടാനില്ല പേപ്പർ 2-ന്റെ അകത്ത്. കാരണം എല്ലാവരും എന്തായാലും പഠിക്കേണ്ട സാധനമാണ്, പഠിക്കുന്ന സാധനമാണ്. പേപ്പർ 1-ന്റെ അകത്ത് മിക്ക ആൾക്കാർക്കും പ്രശ്നമുള്ള കുറച്ച് പേപ്പേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. കാരണം നമ്മൾ ഓൺ ആൻ ആവറേജ് ഒരു 1000 പേര് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1000-ന്റെ അകത്ത് മേ ബി ഒരു പകുതിയിലധികം, ഒരു 50% മുകളിൽ ആൾക്കാർക്കും മാത്തമാറ്റിക്സ് ഒരു ഇഷ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. പ്രശ്നമാണ്. കാരണം അത് ആ ഒരു സബ്ജക്ട് ആ ഒരു രീതിയിൽ ആയതുകൊണ്ട് തന്നെ പലർക്കും ആ ഒരു സബ്ജക്റ്റിനോട് ഒരു താല്പര്യം ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യാതെ അങ്ങോട്ട് വിടും.
അപ്പം പേപ്പർ വണ്ണിന്റെ അകത്ത് നിങ്ങളുടെ സ്കോറിനെ വളരെയധികം സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിന് പ്രാധാന്യം കൊടുക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്ക് നെറ്റും JRF-ഉം തമ്മിലുള്ള ആ ഗ്യാപ്പ്, നെറ്റും JRF-ഉം തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അത് JRF-ലോട്ട് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ പേപ്പറിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യണം, ഈ പേപ്പേഴ്സിൽ നിങ്ങൾ മാസ്റ്ററി നൽകണം, അത് നിർബന്ധമാണ്. അപ്പൊ പേപ്പർ വണ്ണ് മിക്കവാറും എല്ലാവരും വിടുന്ന ഒരു ഏരിയ ആണ്. ദയവ് ചെയ്തിട്ട് അത് വിടരുത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരോ ഏരിയകൾ വരുന്നുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, കോംപ്രിഹെൻഷന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്, ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്, മാത്തമാറ്റിക്കൽ റീസണിങ് ഉണ്ട്. ഇതിന്റെ അകത്താണ് നമ്മളുടെ ബേസിക് 10th ലെവൽ ബേസിക് മാത്തമാറ്റിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, ടേബിൾസ് തന്നിട്ടുള്ള കാര്യങ്ങൾ, ICT കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അത് നമ്മൾ നോക്കാത്തതിന്റെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. അബ്രിവേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. പീപ്പിൾ ആൻഡ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. 10 ടോപ്പിക്സ് ആണ് പേപ്പർ വണ്ണിന്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ പലരും പേപ്പർ വൺ നോക്കില്ല, അല്ലെങ്കിൽ പേപ്പർ വൺ ജസ്റ്റ് വെറുതെ മറിച്ചു വിടുകയുള്ളൂ. ആ ഒരു സമയമാകുമ്പോഴത്തേലും ജസ്റ്റ് ഒന്ന് സ്പീഡിൽ മറിച്ചു വിട്ടിട്ട് അങ്ങനെ കൊണ്ട് പോകും. അതാണ് പലരും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി പേപ്പർ 2-ലോട്ട് പോകുമ്പോൾ മിക്കവാറും എല്ലാവരും പേപ്പർ 2 കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കും. പക്ഷെ ഇതിന്റെ അകത്തും ചിലപ്പോൾ ചെറിയൊരു പ്രശ്നം എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ്ലി ഈക്വലി അങ്ങോട്ട് സമയം അങ്ങോട്ട് ഡിവോട്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യുന്നത് തീരെ ശരിയല്ല. കാരണം നമ്മൾ ഈവൻ ദോ ഈ സിലബസിന്റെ അകത്ത് എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു 10 വർഷത്തെ പേപ്പേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ കോർ സബ്ജക്ട്സ് ഉണ്ട്. ഈ പറയുന്ന 10 പേപ്പേഴ്സിന്റെ അകത്ത് ഒരു കോർ സബ്ജക്ട്സ് ഉണ്ട്. ഈ കോർ സബ്ജക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ജൂറിസ്പ്രൂഡൻസ്, കൊമേഴ്ഷ്യൽ ലോ ആൻഡ് ഇവിടെ ലോ ഓഫ് ക്രൈംസ്. ഈ 4 ടോപ്പിക്കിന്റെ അകത്താണ് പേപ്പർ 2-ന്റെ അകത്ത് ഒരു 50% അബവ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 50% അബവ് ഇൻ ദ സെൻസ് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയുടെ അകത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 4 ടോപ്പിക്സ് മിക്കവാറും നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ 4 ടോപ്പിക്സ് പഠിച്ച ആൾക്കാർക്ക് പേപ്പർ 2-ന്റെ അകത്ത് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ 4 ഏരിയകൾ, ഈ 4 കോർ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് പലരും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും IT ലോനൊക്കെ കുറേ സമയം പോകും, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് പബ്ലിക് ലോനൊക്കെ ഇഷ്ടം പോലെ സമയം വെറുതെ കളയും. അത് ചെയ്യരുത്. ഇപ്പൊ കമ്പാരിറ്റീവ് പബ്ലിക് ലോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു സാധനമാണ് അമെൻമെന്റ്സ്. ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അമെൻമെന്റ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. മിക്കവാറും എല്ലാ സമയവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം 27 അമെൻമെന്റ്സ് ആണുള്ളത്. ഇതുവരെ വന്നിട്ടുള്ളത് 27 അമെൻമെന്റ്സ് ആണ് ഇത് വരെ റാറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം അത് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ചില ഏരിയകളുണ്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ചില ടോപ്പിക്സിന്റെ അകത്ത് ആ ഒരു ഏരിയകളിൽ നിന്നുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളൂ, അതിന്റെ അപ്പുറത്തോട്ട് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, UGC നെറ്റ് ലോന്റെ പേപ്പർ റിപ്പീറ്റ് ആവാറില്ല. റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇതിനില്ല. നമ്മൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അതേപോലെ പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ റിപ്പീറ്റ് ആവുന്ന ഒരു കാര്യമുണ്ട്, ടീം റിപ്പീറ്റ് ആവും. ഇപ്പൊ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ബേസിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കി വെക്കുക. കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ബേസിക് സ്ട്രക്ചറിനെ പറ്റിയിട്ട് മിക്കവാറും എല്ലാ വർഷങ്ങളിലും എന്തെങ്കിലും ഒരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാറുണ്ട്. അത് ഈവൻ ഇപ്പൊ മാച്ച് ദ ഫോളോയിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ്മെന്റ്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചോദ്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ലോന്റെ അകത്തൊക്കെ മിക്കവാറും ഈ മൈനോറിറ്റി കുറെ കമ്മീഷൻസ് ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ തന്നെ ഒരുപാട് കമ്മീഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്മീഷൻസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ആക്ടുകളെ കുറിച്ചിട്ടും അതിന്റെ ക്രോണോളജിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പൊ ആ ഒരു ഏരിയന്റെ അകത്ത് ആ ഒരു കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻവയോൺമെന്റ് ലോയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺവെൻഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻ, എൻവയോൺമെന്റ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. റൈറ്റ്. അപ്പൊ ഓരോരോ ടോപ്പിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ദോ സിലബസ് അത്രയും വാസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട്.
അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള തീം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വളരെ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. കാരണം അത്രയും വാസ്റ്റ് ആണ് ഇത്, ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡിഫിക്കൽട്ടീന്റെ ലെവല് കൂടാനുള്ളതിന്റെ കാരണം തന്നെ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള മിക്കവാറും നല്ലൊരു അറിവ് ഉണ്ടാവണം, പക്ഷെ ചില കോർ സബ്ജക്ട്സിൽ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള അറിവും ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതാണ് ഇതിനെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആക്കുന്നത്, ഇത്രയും പ്രയാസമുള്ള ഒരു എക്സാം ഇതിനെ ആക്കുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വൽ വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിലുള്ള പേപ്പേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ പ്രയോറിറ്റി സബ്ജക്ട്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ലോ ഓഫ് ക്രൈം ജൂറിസ്പ്രുഡൻസ്, കൊമേഴ്ഷ്യൽ ലോ. ഈ പറയുന്ന 4 ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ നല്ല തറവായിരിക്കണം. അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന 4 ടോപ്പിക്സിൽ നിങ്ങൾ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. തിയറി, കോൺസെപ്ച്വൽ ക്ലാരിറ്റി, ഇത് ഈ പേപ്പർ 2ന്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെറുതെ മെമ്മറൈസേഷൻ അല്ല. മെമ്മറൈസേഷൻ ആവശ്യമുണ്ട്. ചില ആർട്ടിക്കിൾസ് നമ്മൾ ഓർത്ത് വെക്കണമായിട്ട്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആർട്ടിക്കിൾസ് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും ചില ആർട്ടിക്കിൾസിൽ. പക്ഷെ ഈ പറയുന്ന 4 ടോപ്പിക്സ് നല്ല വൃത്തിക്ക് എന്തായാലും പഠിച്ചു വെക്കണം, യാതൊരു സംശയവും ഇല്ല അതിനകത്ത്. അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ലോവർ പ്രയോറിറ്റി കൊടുക്കുന്ന IPR-നകത്താണെങ്കിലും IT ലോ ആണെങ്കിലും കമ്പാരിറ്റീവ് പബ്ലിക് ലോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന പോലെ അതിന് അത്രയും സമയം കൊടുക്കരുത്. അത് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈവൻ കണ്ടംപററി ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിൽക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകൾ, അങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ സ്മെൽ ട്രേഡ് മാർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്, നിലവിൽ വരുന്നുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്, അതിനെ കുറിച്ചുള്ള ചോദ്യം നമുക്ക് ജൂണിലത്തെ എക്സാമിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഡിസംബറിലുള്ള എക്സാമിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം റെലവെന്റ് ആയിട്ട് കണ്ടംപററി ഇതിൽ നിൽക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റിന്റെ അത്ര ഏറ്റവും ലാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ബേസിക് ആയിട്ട് സ്പീഡിലൊന്നും കവർ ചെയ്ത് പോകണം, പക്ഷെ കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, കൂടുതൽ റെലവൻസ് കൊടുക്കണം. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാത്തിനും ഒരേപോലെ സമയം ഡിവോട്ട് ചെയ്യരുത്, അത് മണ്ടത്തരാണ്. അത് അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വെറുതെ സമയം പോകുന്നേ ഉള്ളൂ, അതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. ഇനിയിപ്പോ പേപ്പർ 1ന്റെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ഉണ്ട്. എല്ലാം ഈവൻ ദോ എല്ലാത്തിനും ഈക്വൽ ആയിട്ട് എല്ലാവരും പറയുന്ന 5 ചോദ്യങ്ങൾ വീതം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 10 ടോപ്പിക്സ് 5 ചോദ്യം വീതം വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് പഠിക്കണം. ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് റെഡിയാക്കണം. ഈ 2 ടോപ്പിക്സ് നിങ്ങൾക്ക് ഒന്ന് മാസ്റ്റർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു എഡ്ജ് ഉണ്ടാവും, നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും ബാക്കിയുള്ള ആളുകളെക്കാട്ടും കൂടുതൽ. കാരണം മിക്കവാറും ഒന്നിക്കൽ ആൾക്കാർ തെറ്റിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്, അല്ലെങ്കിൽ ഇത് വിടും. ഇത് എനിക്കറിയില്ല എന്തിനാ ആൾക്കാർ ഇത് വിടുന്നത് എന്നുള്ളത്. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങൾക്ക് ഒരു 25% പ്രോബബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. കാരണം 4 ഓപ്ഷനാണുള്ളത്, നിങ്ങൾ നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ 25% പ്രോബബിലിറ്റി എന്തായാലും ഉണ്ട് നിങ്ങൾക്ക് 2 മാർക്ക് നേടാനുള്ളത്. അപ്പൊ ഒരു കാരണവശാലും വിടുക എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാനേ പാടില്ല. അപ്പൊ 25% പ്രോബിലിറ്റി ഉണ്ട്, ചൂസ് എനി ഓഫ് ദ ഫോളോയിങ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഗസ് ചെയ്യുക, എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുക, ഗസ് ചെയ്യുക. എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോബിലിറ്റി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെ? അപ്പം അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് മാത്തമാറ്റിക്കൽ റീസണിംഗ് അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്പർ സീരീസ് വരുന്നുണ്ട്, ലെറ്റർ സീരീസ് ഉണ്ട്, കോഡ് ആൻഡ് റിലേഷൻഷിപ്സ് ഉണ്ട്, ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, പ്രോഫിറ്റ് ലോസ്, ഇൻട്രസ്റ്റ്, ആവറേജസ്, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. സിലബസിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് 10ാം ബേസിക് 10th ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഡയറക്റ്റ് അങ്ങനെ ചോദ്യം ചോദിക്കുന്നതിന് പകരം ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന പേപ്പർ 1ന്റെ അകത്ത് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ടോപ്പിക്സ്, ഈ 4 ടോപ്പിക്സിന്റെ അകത്തും ഞാൻ പ്രയോറിറ്റി ഏതാ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ മാത്തമാറ്റിക്കൽ റീസണിങ്ങോ ഡാറ്റ ഇന്റർപ്രിറ്റേഷനോ ആണ്. കാരണം ഡാറ്റ ഇന്റർപ്രിറ്റേഷനൊക്കെ പ്രത്യേകത പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ഒറ്റൊരു ക്വസ്റ്റിന്റെ അകത്ത് തന്നെ
ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഡാറ്റ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 ചോദ്യം എന്തായാലും അതിൻ്റെ അകത്ത് ചോദിക്കും ആ ഒരു ഡാറ്റ, ആ ടേബിളിനെ ബേസ് ചെയ്തിട്ട്. അത് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് 10 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഡാറ്റ ഇന്റർപ്രിട്ടേഷനും മാത്തമാറ്റിക്കൽ റീസണിങ്ങും മിക്കവാറും എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലോജിക്കൽ റീസണിങ് പറയുകയാണെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പേപ്പർ 1നെ സംബന്ധിച്ചോളം ലോജിക്കൽ റീസണിങ് കുറച്ച് ഡിഫിക്കൽട്ടി കൂടിയ ഒരു ഏരിയ ആണ് ഈ ലോജിക്കൽ റീസണിങ്. കാരണം കുറെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും കാലം ലോ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈവൻ ചിലപ്പോൾ BCom അല്ലെങ്കിൽ BBA ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. ആർഗ്യുമെന്റ്സിന്റെ ഡിഫറെന്റ് ഫോംസ്, കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് ഉണ്ടാവും, മൂഡ് ആൻഡ് ഫിഗർ. ഇതൊക്കെ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് പുതിയതായിട്ട് കേട്ടുകേൾവിയുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് കേട്ടുകേൾവില്ലാത്ത അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പല ടേംസും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഇന്ത്യൻ ലോജിക് ഉണ്ട്. ഇന്ത്യൻ ലോജിക്ക് മിക്കവാറും ചോദിക്കുന്നുണ്ട്. പ്രമാണാസ്, അതേപോലെ തന്നെ പെർസെപ്ഷൻ, ഇൻഫറൻസ്, അനുമാന, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സിലബസ് എടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ അകത്ത് തന്നെ കുറെ ഏരിയകളുണ്ട്. ബ്ലൂംസ് ടാക്സോണമി ലേണിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണത്, ഈ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ലേണിംഗ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ലോജിക്കൽ റീസണിങ്ങിന്റെ അകത്ത് വരുന്ന ഏരിയ ആണ്. ഇത് മിക്കവാറും പലരും വിടുന്ന ഒരു ഏരിയ തന്നെയാണ്. കാരണം ഇത് കുറച്ച് ഡ്രൈ ആണ്, കുറച്ച് അധികം ഡ്രൈ ആണ്. അതുപോലെ തന്നെ ഇത് മിക്കവാറും എല്ലാവരും പഠിക്കാത്ത സാധനമാണ്. വെൻ ഡയഗ്രം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കോംപ്ലക്സ് ലെവലാണ്. ഈവൻ സിലോജിസം നമ്മൾ അറിയുകയാണെങ്കിൽ പോലും സിലോജിസത്തിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഗ്രീസ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ലെവലുകൾ ഉണ്ട്. അപ്പൊ ഇത് ലോജിക്കൽ റീസണിംഗിന്റെ അകത്ത് ചോദിക്കുന്നത് വളരെ അഡ്വാൻസ് ലെവൽ ഓഫ് സിലോജിസംസ് ഒക്കെയാണ് മിക്കവാറും നമ്മൾ ചോദിച്ചിട്ട് കാണാറുള്ളത്. അപ്പം ലോജിക്കൽ റീസണിംഗ് കുറച്ച് പ്രയാസമുള്ള ഒരു ഏരിയയാണ്. പക്ഷെ മാത്തമാറ്റിക്കൽ ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ LLM പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടോപ്പിക്കാണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം അത് പഠിച്ചു വെക്കുന്നതും നല്ലതാണ്. ഈ പറയുന്ന 4 ടോപ്പിക്സിനാണ് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ പേപ്പർ 1ന്റെ അകത്ത് കൊടുക്കേണ്ടത്. റൈറ്റ്. ഇനി നമ്മൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന 4 ടോപ്പിക്സിന് നമ്മൾ കൊടുക്കണം. 40 മുതൽ 50 ചോദ്യങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അകത്ത് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരാറുള്ളത് നമുക്ക് നോക്കാം. പേപ്പർ 1ന്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ ആവറേജ് ആണ്. ഇത് കുറെ വർഷങ്ങളായിട്ടുള്ള പേപ്പേഴ്സിന്റെ ആവറേജ് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഡയറക്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് നമുക്കൊരു 40%, 50 ചോദ്യങ്ങളിൽ ഒരു 40% ചോദ്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓവർലാപ്പ് ചെയ്യുന്നതുമാണ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം വരാം. അതേപോലെ ന്യൂമറിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് അല്ലെങ്കിൽ സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം ബേസിക് അങ്ങനത്തെ കാര്യങ്ങൾ വരാം. ലോജിക്കൽ റീസണിംഗിന്റെ അകത്ത് ഏകദേശം 18% ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ അകത്തും ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിച്ചു വെക്കണം. അതേപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതും സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി. കാരണം റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ അകത്തൊക്കെ ഓൾറെഡി എന്തായാലും ഈ പറയുന്ന ആൻസർ അതിന്റെ ഉള്ളിലുണ്ട്, യാതൊരു സംശയമില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ എന്തിനാണ് തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ തരുന്നത്. കാരണം ആൻസർ ഓൾറെഡി അതിനുള്ളിൽ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ പക്ഷെ മനസ്സിലാക്കണം. പക്ഷെ എന്നാലും അത്ര പ്രയാസമുള്ള ചോദ്യങ്ങളൊന്നും അല്ല റീഡിംഗ് കോംപ്രിഹെൻഷനകത്ത് ചോദിക്കാറുള്ളത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിസംബറിൽ ഉണ്ടായിരുന്ന നമ്മളുടെ UGC നെറ്റിന്റെ അകത്ത് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ലോജിക്കൽ റീസണിംഗിന്റെ അകത്ത് നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിഹേവിയറൽ അബിലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് എഫക്റ്റീവ് ഡൊമെയിൻ ഓഫ് എ ലേണർ എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന സിലബസ്, കാരണം സിലബസിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുള്ളൂ. ഒരിക്കലും പുറത്ത് ഔട്ട് ഓഫ് സിലബസ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സിലബസ് അത്രയും വലുതാണ്. ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ അകത്ത് നമ്മൾ ലേണിംഗിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അകത്ത് വരുന്നതാണ് ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അകത്ത് വരുന്നതാണ്. ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അകത്ത് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ലേണിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഈ നിങ്ങൾ ഈ സിലബസ് എടുത്തു പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവിടെ
പറയുന്നുണ്ട്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അതേപോലെ ലേണേഴ്സിന്റെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള, അതേപോലെ തന്നെ എഫക്റ്റീവ് ഡൊമൈൻ ഉണ്ട്, സൈക്കോമോട്ടോർ ഡൊമൈൻസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അറിയുകയാണെങ്കിൽ, ആ ബ്ലൂംസ് ടാക്സോണമിന്റെ ക്ലാസിഫിക്കേഷൻ അറിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ചോദ്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഇത് ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിനെ കുറിച്ചിട്ട് ഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞത്. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള ആദ്യത്തെ 2 പേജസിനകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിന്റെ പേർപ്പസ് എന്താന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് കൊടുക്കാത്തത് ഏതാണ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്. കണ്ടംപററി റെലവൻസ് ഉള്ള ഒരു കാര്യമാണ് NEP. ഇപ്പോഴും പേപ്പറുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നോട്ട് എന്ന് ഉദ്ദേശിക്കുകയാണ് പ്രൊമോട്ടിംഗ് ട്രാൻസ് ലിംഗ്വലിസം എന്നുള്ള ഒരു സാധനം വരുന്നത്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൾട്ടി ലിംഗ്വലിസം എന്നാണ്. ട്രാൻസ് ലിംഗ്വലിസം എന്നല്ല, മൾട്ടി ലിംഗ്വലിസം എന്ന രീതിയിലാണ് വരുന്നത്. അതാണ് നമ്മുടെ 3 ലാംഗ്വേജ് തിയറി എന്നൊക്കെ പറഞ്ഞ, 3 ലാംഗ്വേജ് ഡോക്ടറിൻ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇത് അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് വായിച്ചിരിക്കണം. അതേപോലെ തന്നെയാണ് മിക്ക ഇമ്പോർട്ടന്റ് പോളിസീസ് വരുന്നത്. അതിന്റെ പ്രിയാമ്പിൾ നമ്മൾ വായിച്ചു നോക്കണം. അത് ഞാനൊരു സജഷൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ജൂൺ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ AI സമ്മിറ്റ് ഉണ്ടായിട്ടുണ്ട്, ഈ അടുത്തപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പുറത്തു വിട്ടിട്ടുണ്ട് നമ്മളുടെ ഗവൺമെന്റ്. അത് ജസ്റ്റ് ഒന്ന് അതിന്റെ ഫസ്റ്റ് 2-3 പേജ് മേ ബി അതിന്റെ പ്രിയാമ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കുന്നത് നന്നാവും. കാരണം അതിലേക്ക് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്ട്ലി എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഡയറക്റ്റ് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ലോജിക്കൽ റീസണിംഗിന്റെ അകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോൺട്രപോസിഷൻ ഇസ് നോട്ട് വാലിഡ് ഇൻ ദ കേസ് ഇൻ വിച്ച് ഓഫ് ദ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ്. നമുക്ക് ജിബ്രിഷ് പോലെ തോന്നും, നമുക്ക് ഒന്നും മനസ്സിലാവാത്ത പോലെ ചിലപ്പോൾ തോന്നും ഇതെന്താന്നുള്ളത്. പക്ഷെ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് എന്താന്നുള്ളത് ഒരു ടോപ്പിക്കാണ്. അത് ലോജിക്കൽ റീസണിംഗിന്റെ അകത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പലരും ചിലപ്പോൾ ചെയ്യുന്നില്ല, അതിനെ മൈൻഡ് ചെയ്യുക പോലും ഉണ്ടാവില്ല. അപ്പം അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ കാറ്റഗറി പ്രൊപ്പോസിഷൻ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എല്ലാം AI ടൂൾസ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളോ അല്ലെങ്കിൽ ജെമിനിയുടെ അടുത്തോ അല്ലെങ്കിൽ ChatGPT എടുത്തോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ലിയർലി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പം സിലബസിന്റെ ഉള്ളിൽ തന്നെയാണ് ചോദ്യങ്ങളെല്ലാം വരുന്നത്. ഔട്ട് ഓഫ് സിലബസ് ഒന്നുമില്ല. ഇതും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഇതൊരു ആപ്ലിക്കേഷൻ ലെവലും കൂടിയാണ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ന്യൂമറിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ ബേസിക്സ് നോക്കുകയാണെങ്കിൽ, ഇതിപ്പോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം ബേസ് ചെയ്തിട്ടുള്ള ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക, ഇതൊക്കെ ബേസിക് 10th ലെവലിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഈവൻ ഇപ്പൊ നമ്മൾ LLBയിലുള്ള സ്റ്റുഡൻസിനും ഈ പറയുന്ന ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അതേപോലെ സിമ്പിൾ ആയിട്ട് സാധനം. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീരീസ് ആണ്. അതെങ്ങനെയാ ചെയ്യേണ്ട, ആ സ്പീഡ് ഡിസ്റ്റൻസ് ടൈമിന്റെ ഫോമിലും റിലേറ്റീവ് സ്പീഡ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷെ ഇത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, അതിന്റെ ഫോമുല അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടാണ് ചില സമയത്ത് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. സീരീസ് ബേസ്ഡ് ക്വസ്റ്റൻസ് നോക്കാം. 436, 252, 126, 1260. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് സീരീസ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട പാറ്റേൺസ് നമ്മളുടെ തലയിലോട്ട് വരണം. നമുക്ക് എന്തൊക്കെ ടൈപ്പ് പാറ്റേൺസ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും, എന്തൊക്കെ ടൈപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഇതിന് പ്രാക്ടീസ് വേണം. ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നേരെ ഒരു എക്സാമിനെ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന പല ടൈപ്പുള്ള ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിചയം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എളുപ്പമുള്ള സാധനം വരുമെന്നുള്ളത്. ഇത് കുറച്ച് എളുപ്പം എന്നുള്ളതല്ല, ഒരു മോഡറേറ്റ് ടു ഒരു ഡിഫിക്കൽട്ട് ലെവലിൽ വരുന്ന ഒരു ചോദ്യമാണ് ഈ 436, 252, 126 എന്നുള്ള രീതിയിൽ വരുന്നത്. ഇതെങ്ങനെയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി. 4 × 9 36 ആണ്. ഇനി ആ 9നെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനെ ബാക്കോട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള രീതിയിൽ. 4 × 9 36 ആണ്. ഇനി 36 × 7 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 252 × 5 വരും. അപ്പൊ 9, 7, 5 അങ്ങനെ കുറച്ച് വരികയാണ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ. അപ്പൊ ഇത് ഒക്കെ നമുക്ക് ഡിഫറെന്റ് പാറ്റേൺസ് ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണം. അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പല വെറൈറ്റി ഓഫ് പാറ്റേൺസ് എന്ത് ചെയ്യണം, ചെയ്തിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവണം. ഇതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യം.
ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ആവുന്ന ഒരിക്കലും വിചാരിക്കരുത്. ഇതൊരു ടേബിൾ തന്നിട്ടുണ്ടാവും. ആ ടേബിളിന്റെ അകത്ത് ഇവിടെ ചോദിച്ചിട്ടുണ്ടാവും, ഇൻ ഹൗ മെനി ഇയേഴ്സ് ഡസ് ദ 50% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ഇൻ എ ഇയർ ഇസ് ലെസ് ദാൻ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഡ്മിറ്റഡ് ഇൻ എ BA പ്രോഗ്രാം ദാറ്റ് ഇയർ. ഫസ്റ്റ് ടൈം നമുക്ക് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, എന്താ അത് ചോദിക്കുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് ഈ ചോദ്യം നമ്മൾ 2-3 തവണ വായിക്കുമ്പോഴാണ് നമുക്ക്, പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ 2-3 തവണ ഇത് വായിച്ചിട്ട് നമുക്ക് ഇതെന്താ ചോദ്യം തന്നെ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇൻ ഹൗ മെനി ഇയേഴ്സ് ഡസ് ദ 50% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ഇൻ എ ഇയർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടോട്ടൽ അഡ്മിറ്റഡ് സ്റ്റുഡൻസിനും നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ BA എന്ന് പറയുന്ന ഇതിന്റെ അകത്ത്, ഈ BA എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ അകത്ത് എത്ര 50% ലെസ് ആവുന്നത് ഏത് വർഷമാണ് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്, എത്രാമത്തെ ഇയറിലാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കി കഴിഞ്ഞാൽ 2021, 2025 വാല്യൂസ് നമ്മൾ ഇടണം. ഇതിനകത്ത് ഹയസ്റ്റ് പെർസെന്റേജ് ഇൻക്രീസ് ഏത് ഇതിലാണ് ഉണ്ടായതെന്നാണ് ചോദിക്കുക, ഏത് സബ്ജക്റ്റിലാണ് ഉണ്ടായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2021 വാല്യൂ 2025 വാല്യൂ എടുത്തിട്ട് പെർസെന്റേജ് ഇൻക്രീസ് നമ്മൾ നോക്കണം. അപ്പം ഈ 2 ക്വസ്റ്റിന്റെ അകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എന്താണ് എളുപ്പമാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് പരിചയമുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മിക്കവാറും ഇതിന്റെ അകത്ത് 5 ചോദ്യങ്ങൾ ചോദിക്കും. ഈ ടേബിൾ തന്നിട്ട് ഒരു 5 ചോദ്യങ്ങൾ മിക്കവാറും ഉണ്ടാവും. മിക്കവാറും എല്ലാവരും എന്താ ചെയ്യുവെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അറിയാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് വിടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വെറുതെ എന്തെങ്കിലും ഗസ് ചെയ്ത് വെക്കും. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെയധികം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും മിക്കവാറും നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അയ്യോ കുറെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രയാസമാണ് എന്ന് നമ്മൾ ഓൾറെഡി ഒരു തീരുമാനം മുൻവിധി ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണത്. ഇപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ അകത്ത് പേപ്പർ 1ന്റെ അകത്ത് നിങ്ങൾ മാത്തമാറ്റിക് റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും എന്തായാലും നല്ല വൃത്തിക്ക് എന്തായാലും പഠിച്ചിരിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വരാനുണ്ട്, റൈറ്റ്. അതേപോലെ പാസേജ് ബേസ്ഡ് ആണ്. പാസേജ് ബേസ്ഡ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ ഉത്തരം കൊടുത്തിട്ടും ഉണ്ടാവും, നമ്മൾ മര്യാദയ്ക്ക് വായിച്ചു നോക്കിയാൽ മതി. ഇതിന് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഡെയിലി പത്രം അല്ലെങ്കിൽ എഡിറ്റോറിയൽ വായിക്കുക എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്. കാരണം നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ എബിലിറ്റി കൂടണമെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജുമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കണം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വായിക്കുന്നതോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള വായിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ഒരിക്കലും വായനയുടെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു എഡിറ്റോറിയൽ, ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും വായിക്കുക. വായിച്ച് മനസ്സിലാവണം. ഇത് വെറുതെ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഒരു പാസീവ് റീഡിംഗ് അല്ല ചെയ്യേണ്ടത്, ഇവിടെ ഒരു ആക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ പാസേജിൽ ആ ഒരു ഓഥർ എന്താണ് ഉദ്ദേശിച്ചത്, ആ ഒരു എഴുതിയ ആള് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ദർ മസ്റ്റ് ബി എ കൺസെൻസസ് എഡിറ്റം എന്നുള്ള രീതിയിൽ, മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്, ഓഥറിന്റെ ഉദ്ദേശ കാര്യം നിങ്ങൾക്ക് കൃത്യമായുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത് ത്രൂ പ്രാക്ടീസ് വായിക്കുക, എല്ലാ ദിവസവും വായിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഒരു എഡിറ്റോറിയൽസ് വായിക്കണം. ഞാൻ എന്റെ ബെസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നെങ്കിൽ ഹിന്ദു പത്രം അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്, നടുവിലെ പേജാണ്, വലിയൊരു നടുവിലെ പേജ് ഉണ്ട്. അതിനകത്ത് ഒരു 3-4 ആർട്ടിക്കിൾസ് ഉണ്ടാവും. ആ ഒരു പേജ് മാത്രം, നിങ്ങൾക്ക് വേറെ ഒന്നും വായിക്കാൻ പറ്റില്ലെങ്കിലും ആ പേജ് അത് മാത്രം ഒന്ന് എന്ത് ചെയ്താൽ മതി, വായിച്ചാൽ മതി. എല്ലാ ദിവസവും ഒന്ന് വായിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് വിവരവും വെക്കും. നിങ്ങൾക്ക് നല്ല വിവരം വെക്കും. 2, നിങ്ങളുടെ വൊക്കാബുലറി നന്നായിട്ട് കൂടും. കാരണം നമ്മൾ കാണാത്ത പല വാക്കുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 3-മത്തെ, നിങ്ങളുടെ റീഡിംഗ് സ്പീഡ് നന്നായിട്ട് കൂടും. കോംപ്രിഹെൻഷൻ എബിലിറ്റിയും എന്തായാലും കൂടുന്നതാണ്. ഇനി കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾ ഒരു കാരണവശാലും ആദ്യം ചാടി കയറി പാസേജ് വായിക്കരുത്. അതാണ് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. പാസേജ് അല്ല ആദ്യം വായിക്കേണ്ടത്, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ ആണ് വായിക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് കീ വേർഡുകൾ ഉണ്ടാവും. എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കീ വേർഡ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് അപ്പൊ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് ഓരോ ക്വസ്റ്റ്യനിലും കീവേഡ് മനസ്സിലാക്കി എന്താണ് ആ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം പാസേജിലോട്ട് പോവുക. കാരണം നമ്മുടെ മൈൻഡിന്, നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്, ഫെമിലിയാരിറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തിനോട് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും, പെട്ടെന്ന് നോട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മളിപ്പോ ഒരു കാറ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു കാറിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. നമുക്കൊരു റെഡ് കാറ് വാങ്ങണം. ഇപ്പം ഒരു ടാറ്റയുടെ മറ്റേ നെക്സൺ വാങ്ങണം. എനിക്ക് റെഡ് കളർ ടാറ്റയുടെ നെക്സൺ വേണം എന്നാണ്
എനിക്ക് വേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് കുറെ ഇന്റർനെറ്റിലൊക്കെ തപ്പുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾ റൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി, നിങ്ങൾ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും, ഒരു ടാറ്റ നെക്സൺ കാർ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യും. കാരണം എന്താ, നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനോട് പറഞ്ഞ് അതിന് പ്രൈം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇനി റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാറ് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, യെസ് ഇത് മറ്റേ കാറാണ്. അതേ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കണം. ക്വസ്റ്റ്യൻ വായിച്ച് പാസേജുകളെല്ലാം വായിച്ച് ഓപ്ഷൻസ് എല്ലാം നോക്കി ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ്, ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള കീവേഡ് നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ കുറേ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പാസേജ് വായിക്കും, ക്വസ്റ്റ്യനിലോട്ട് പോകും, ക്വസ്റ്റ്യൻ നോക്കി പിന്നെയും നമ്മൾ പാസേജിലോട്ട് പോകും. അങ്ങനെ കുറെ ടു ആൻഡ് ഫ്രോ പോയി കുറെ സമയം നമ്മൾ എന്ത് ചെയ്യും, കളയും. അപ്പം അത് ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം ഇവിടെയൊക്കെ ഈ ഒരു പേപ്പർ 1 സ്ട്രിക്ട്ലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ പോകരുത്. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമയം എല്ലാം പ്രശ്നമാവും. ഇനി പേപ്പർ 2 നമ്മൾ വരികയാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് പേപ്പർ 2 ഒന്ന് ഡയറക്റ്റ് ഫാക്ട് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്ട്ലി ചോദ്യം വരും. 2 വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മാച്ച് ദ ഫോളോയിങ്. UGC നെറ്റിന്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മാച്ച് ദ ഫോളോയിങ്. കാരണം ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിലൂടെ നിങ്ങളുടെ ഒരുപാട് ഏരിയാസ് ഓഫ് നോളേജ് അത് ടെസ്റ്റ് ചെയ്യാണ് മാച്ച് ദ ഫോളോയിങ്ങിലൂടെ. കാരണം മറ്റേ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലകത്ത് ഒരു ഒറ്റ ടോപ്പിക്, ഒരു ഒറ്റ കോൺസെപ്റ്റേ നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മാച്ച് ദ ഫോളോയിങ്ങിന്റെ അകത്ത് അങ്ങനെയല്ല. മാച്ച് ദ ഫോളോയിങ്ങിന്റെ അകത്ത് നിങ്ങളുടെ പല ഏരിയകൾ, കോൺസെപ്റ്റിൽ പല ഏരിയകൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു ഗുണം അതിൻ്റെ അകത്തുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു 2 എണ്ണം നമുക്ക് അറിയുകയാണെങ്കിൽ, ആ ഒരു മാച്ച് ദ ഫോളോയിങ്ങിന്റെ അകത്ത് ഒരു 2 എണ്ണം നമുക്ക് അറിയാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ആ മാച്ച് ദ ഫോളോയിങ് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 2 എണ്ണെങ്കിലും, ആ മാച്ച് ദ ഫോളോയിങ് അകത്തുള്ള ഒരു 2 എണ്ണെങ്കിലും നമുക്ക് ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫുള്ളി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ രീതിയിലാണ് ഓപ്ഷൻസ് വരുന്നതെങ്കിൽ. പിന്നെ ക്രോണോളജി അറേഞ്ച്മെന്റ്, ഇതും വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ UGC നെറ്റിലെ ക്വസ്റ്റ്യൻസ് ഇടുന്ന ആൾക്കാർക്ക്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ കോൺട്രാക്ടിന്റെ അകത്തുള്ള ഡെഫിനിഷൻസ്. സെക്ഷൻ 2 അകത്താണ് ഡെഫിനിഷൻസ് പറയുന്നത്. അതിന്റെ അകത്ത് ക്രോണോളജിക്കൽ ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ടാവും, കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവും, പ്രോമിസ് കൊടുത്തിട്ടുണ്ടാവും, ഓഫർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനെന്ത് ചെയ്യണം, നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞൊരു സാധനം. അത് മാത്രമല്ല, ഇനി ജൂറിസ്പ്രുഡൻസിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ജൂറിസ്റ്റുകളുടെ ബർത്ത് ഇയർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആരാണ് ആദ്യം ജനിച്ച ആൾ ആദ്യം മുതൽ അവസാനം വരെ എന്നുള്ള രീതി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾ വരെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇയർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് കാര്യത്തിനും നിങ്ങൾ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അഥവാ ഇയർ നോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനെപ്പോഴും ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു ഓർമ്മയുണ്ട്. അത് റിറ്റുകൾ, ആർട്ടിക്കിൾ 32 റിറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സീക്വൻസ് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഏത് റിട്ടാണ് ആദ്യം വരിക, ഏത് റിട്ടാണ്, അപ്പൊ അതിന്റെ സീക്വൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. അതേപോലെ ലോ ഓഫ് ക്രൈംസിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് നമ്മളെ ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിന്റെ അകത്ത് ആ ഒരു സീക്വൻസ് ഉണ്ട്, ഏതാണ് ആദ്യം വരുന്നത് അത് നമ്മൾ നോക്കണം. അപ്പൊ തെഫ്റ്റ്, അതേപോലെ എക്സ്റ്റോർഷൻ, തെഫ്റ്റും എക്സ്റ്റോർഷനും കൊണ്ട് ഈ തെഫ്റ്റോ എക്സ്റ്റോർഷനും ആണ് റോബറി ആവുന്നത്, റോബറി ഡെക്കോയിറ്റി ആവുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഓരോരോ സീക്വൻസുകൾ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പൊ പഠിക്കുന്ന സമയത്ത് ക്രോണോളജിക്കലി തന്നെ എന്ത് ചെയ്യുക, പലതും പഠിക്കാൻ വേണ്ടി നോക്കുക. കേസസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കേസസ്, നമ്മളിപ്പോ നമ്മളുടെ കേശവാനന്ദ ഭാരതിയുടെ കേസ്, നമ്മൾ ബേസിക് സ്ട്രക്ചറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ബേസിക് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കണം. ഈവൻ കേസസ്, അതിന്റെ കേസ് ലോസ് വന്ന സമയവും നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം, മെൻഷൻ ചെയ്യണം. ഇയർ നിർബന്ധമാണ്. നമ്മൾ ഈ പറയുന്ന LLM പഠിക്കുന്ന പോലെ ആവരുത് ഒരിക്കലും, അല്ലെ LLBക്ക് പഠിക്കുന്ന പോലെ ആവരുത് UGC നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നത്. കേസസ് നിങ്ങൾ ഏത് കേസ് എപ്പോ കണ്ടാൽ പോലും അതിന്റെ ഇയർ നോക്കി വെക്കണം, ഇയർ എഴുതി വെക്കണം. അതിനെല്ലാം എന്ത് ചെയ്യാം, ഒരു ക്രോണോളജിക്കലി നിങ്ങൾ നോക്കി വെക്കണം. അസേർഷൻ റീസണിങ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, ആ സ്റ്റേറ്റ്മെന്റ് റീസൺ ഇതാണ് എന്ന് പറഞ്ഞൊരു കാര്യം. മൾട്ടി സ്റ്റേറ്റ്മെന്റ്സ്, ഒരു 4-5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടി വരും, അതുണ്ടാവും.
കേസ് ബേസ്ഡ് അല്ലെങ്കിൽ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം നമുക്ക് പേപ്പർ 2 നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റൈറ്റ്. ഇപ്പം ഡയറക്റ്റ് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എപ്പോഴാണ് വന്നത് എന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ഡയറക്ട്ലി സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വാക്കുമാണ് ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അതിന്റെ ഇയർ, അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ആക്ട്, അതിന്റെ കോമ്പോസിഷൻ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം നമ്മൾ നോക്കി വെക്കണം. മാച്ച് ദ ഫോളോയിങ് അകത്ത് നിങ്ങൾ നോക്കിയാൽ എഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ള ഒരു കാര്യമാണ് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ്ങിൽ നിങ്ങൾക്ക് 2 or 3 അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബിലിറ്റി കൂടുതലാണ് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാനുള്ളത്. അറേഞ്ച് ദ ഫോളോയിങ് കേസ് ഇൻ ക്രോണോളജി അറേഞ്ച്മെന്റ് ഫ്രം ദ ഏർലിയസ്റ്റ് ടു ദ ലേറ്റസ്റ്റ് എന്നുള്ളത്. ഇതിനകത്ത് ഒരു 2 or 3 എണ്ണം നിങ്ങൾക്ക് 2 എണ്ണെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പക്ഷെ ഈ കേസുകൾ നമുക്ക് അറിയുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം. ഇതെല്ലാം ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതേപോലെ അസേർഷൻ റീസണിങ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൾപ്പബിൾ ഹോമിസൈഡ് ജീനസ് ആൻഡ് മർഡർ സ്പീഷീസ് ഡയറക്റ്റ് കോൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യാണ്. എന്താണ് മർഡർ, എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഈ പറയുന്ന 2 ടേംസ് എന്താണ്? പലരും ഇതിനെ 2 എണ്ണത്തിനെയും 2 ഡിഫറെന്റ് കാര്യങ്ങളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ ദ സെൻസ് സൈമൾട്ടേനിയസ്ലി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, സിനോണിം ആണ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കണം. ഇതിന് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണം. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്, കൾപ്പബിൾ ഹോമിസൈഡ് എപ്പോഴാണ് മർഡർ ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഡയഗ്രാമൊക്കെ നമ്മൾ ഓർക്കണം. കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള ഒരു വലിയ വട്ടം, അതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ വട്ടമാണ് മർഡർ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് ആണ് ജീനസ് ആൻഡ് മർഡർ എന്ന് പറയുന്നത് ഈ കൾപ്പബിൾ ഹോമിസൈഡിന്റെ അകത്തുള്ള ഒരു സ്പീഷീസ് മാത്രമാണ്. അപ്പം താഴെയുള്ള അതിന്റെ റീസണിങ് കൊടുത്തിരിക്കുകയാണ്. ഓൾ മേർഡേഴ്സ് ആർ കൾപ്പബിൾ ഹോമിസൈഡ്. നമുക്കപ്പോൾ അതിന്റെ ഈ വെൻ ഡയഗ്രാം നമുക്ക് അറിയണം. എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡിന്റെ ഉള്ളിലാണ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് വൈസ് വേഴ്സ. എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും മർഡർ ആവുന്നില്ല. കാരണം കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുന്ന ഒരു ഏരിയ അതിൻ്റെ ഉള്ളിലുണ്ട്. ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഏരിയകൾ എന്ത് ചെയ്യാം അതിന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കണം. മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞെങ്കിലും ഇവിടെ കണ്ടോ ABCD 5 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. 5 സ്റ്റേറ്റ്മെന്റ്സിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഐഡിയ ഓഫ് 3 branches ഓഫ് ഗൺ വാസ് അഡ്വക്കേറ്റഡ് ബൈ മോണ്ടെസ്ക്യൂ പറയുന്നുണ്ട്. രണ്ടാമത്തെ പറയുന്നത് US സുപ്രീം കോർട്ട് മാർബറി വേഴ്സസ് മാഡിസൺ നമ്മളുടെ ജുഡീഷ്യൽ റിവ്യൂടെ 1803 കണ്ടോ കേസ്. ഇത് കമ്പാരിറ്റീവ് സിസ്റ്റംസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് പബ്ലിക് ലോന്റെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ബ്രിട്ടീഷ് കോമൺവെൽത്ത് ആയാലും യുകെയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ യുകെയുടെ സ്ട്രക്ചർ, ഗവൺമെന്റ്, പാർലമെന്ററി സോവറിറ്റി, ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ US-നെയും പഠിച്ചു വെക്കണം. US കുറച്ചും കൂടി റെലവെന്റ് ആവുകയാണ് ഈ വർഷം. കാരണം നിങ്ങൾക്കറിയാം US-ന്റെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ലോകത്ത് ഉള്ള ഈ പല കാര്യങ്ങളും ഇപ്പൊ US ചെയ്തുകൊണ്ടിരിക്കേണ്ട എല്ലാ ദിവസവും അമേരിക്കനെ കുറിച്ചുള്ള ഒരു വാർത്തയെങ്കിലും ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അമേരിക്കന്റെ കാര്യം. US പ്രസിഡൻഷ്യൽ പവേഴ്സ്, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പവർ, വാർ ഡിക്ലെയർ ചെയ്യാനുള്ള പവർ ആർക്കാണ്, അങ്ങനെയുള്ള പല ടോപ്പിക്സ് ഈ വർഷം വളരെയധികം റെലവെന്റ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈവൻ ഫ്രാൻസും റെലവെന്റ് ആവുകയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പം കമ്പാരിറ്റീവ് പബ്ലിക് ലോന്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന ഏരിയകളൊക്കെ പഠിക്കണം. US-ന്റെ അകത്ത് എത്ര അമെൻമെന്റ്സ് ഉണ്ട് എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം മിക്കവാറും എല്ലാ വർഷവും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈക്കിളിന്റെ അകത്ത് US അമെൻമെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതേപോലെ തന്നെ അപ്പം ഈ പറയുന്ന ടോപ്പ് 5 സ്റ്റേറ്റ്മെന്റ്സ് അതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. എഗെയിൻ പാസേജ് ബേസ്ഡ് ആണ്. പാസേജ് ബേസ്ഡ് എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, പാസേജിലോട്ട് പോവുക. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത്. അപ്പം ഈ ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് UGC നെറ്റിന്റെ അകത്ത് പേപ്പർ 1-ന്റെ അകത്തും പേപ്പർ 2-ന്റെ അകത്തും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. റൈറ്റ്. ഇനി നമ്മൾ കട്ട് ഓഫുകളെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഞാനിപ്പോ 2021 മുതൽ 2025 വരെയുള്ള വർഷങ്ങളുടെ ഡിഫറെന്റ് സൈക്കിൾസിന്റെ കട്ട് ഓഫുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ JRF അൺറിസർവ്ഡ് കാറ്റഗറി, JRF റിസർവ്ഡ് കാറ്റഗറി ആൻഡ് JRF നെറ്റ് അൺറിസർവ്ഡ് ആൻഡ് നെറ്റ് OBC നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും December 22, അതായത് December 22 സൈക്കിൾ December 2022-നകത്താണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ്
വന്നിരിക്കുന്നത്. JRF അൺറിസർവ്ഡിന് 236 ആയിരുന്നു കട്ട് ഓഫ് അവിടെ വന്നിട്ടുള്ളത്. അതേപോലെ JRF OBCക്ക് ഏകദേശം 214 റേഞ്ചിനകത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം 218 ആയിരുന്നു JRF കട്ട് ഓഫ് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക്. നമ്മളുടെ OBC കാറ്റഗറിക്ക് അറൌണ്ട് 200 സംതിങ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഏറ്റവും സേഫർ സൈഡ് നിങ്ങൾ ഒരു കാരണവശാലും ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നെറ്റ് എന്ന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യരുത്. എനിക്ക് ഇത്ര മാർക്ക് മതി എന്ന രീതിയിൽ മാത്രം പ്രിപ്പയർ ചെയ്യരുത്. ഒരു കാരണവശാലും അങ്ങനെ ആലോചിക്കരുത്. നിങ്ങൾ എല്ലാവരും എയിം ചെയ്യേണ്ടത് JRF-നാണ്. എല്ലാവരും എയിം ചെയ്യേണ്ടത് JRF-നാണ്. JRF കിട്ടണമെങ്കിൽ JRF ഒരു സേഫ് സ്കോർ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു 215 to 220 JRF ഒരു സേഫ് സ്കോർ ആണ്. നിങ്ങൾ റിസർവ് എന്നുള്ളതൊന്നും നോക്കണ്ട. നിങ്ങൾ തൽക്കാലം ഒരു 215 to 220 വരെ നമുക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 215 അടുത്ത് വരെ നമുക്ക് സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. കാരണം JRF എന്നുള്ള രീതിയിൽ ആലോചിച്ച് പഠിച്ചാലേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നെറ്റെങ്കിലും എത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പം അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ്. അപ്പോ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഈ പേപ്പറിനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് നോക്കേണ്ടതുണ്ട്. നെഗറ്റീവ് ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും ഇപ്പോഴേ ആലോചിച്ച് വെക്കുക. കാരണം എനിക്കറിയില്ല എന്തിനാലും മിക്ക ആൾക്കാർ ഇത് വിടുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് അവർ വിടുന്നുണ്ട്. ഈ വിടുന്നതിലൂടെ നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. പക്ഷെ നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിൽ, ഈവൻ ഇപ്പൊ നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിലും യു ഹാവ് 25% പ്രോബിലിറ്റി ടു മേക്ക് ദ ആൻസർ കറക്റ്റ്. ലൈക്ക് ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആവും അല്ലെ. അപ്പൊ അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ലീവ് എനി ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യനും എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഞാൻ അത് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞെങ്കിൽ പലപ്പോഴും ഇത് സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും പലർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം സമയം നിങ്ങൾ സ്ട്രാറ്റജിക്കലി മാനേജ് ചെയ്യണം. അത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് പേപ്പറിൽ ഒരു കാരണവശാലും 80 മിനിറ്റ്സിന്റെ മേലോട്ട് എടുക്കാൻ നിൽക്കരുത്. ഈ 80 മിനിറ്റ്സ് തന്നെ ഒരു വളരെ ജനറസ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ്. കാരണം 80 മിനിറ്റ്സ് ഇടാനുള്ളതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലാണ് നിങ്ങളുടെ ഒരുപാട് സമയം പോവുക. മറ്റേ ടോപ്പിക്സിലെല്ലാം നിങ്ങൾക്ക് ഒന്നിക്കൽ ആൻസർ അറിയാം, അല്ലെങ്കിൽ ആൻസർ അറിയില്ല. പക്ഷെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് മാത്തമാറ്റിക് റീസണിംഗിനകത്ത് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റഫ് വർക്ക് നിങ്ങൾക്ക് ചെയ്യണം. അപ്പൊ യു വിൽ ടേക്ക് മോർ ടൈം. അപ്പൊ 80 മിനിറ്റ്സ് ഇസ് ദ മാക്സിമം ടൈം പേപ്പർ 1 നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന. അതിന്റെ അപ്പുറത്തോട്ട് ഒരു മിനിറ്റ് പോലും നിങ്ങൾ പോകരുത്. കാരണം പേപ്പർ 2-നകത്ത് 100 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. 100 മാർക്സ് 100 ക്വസ്റ്റ്യൻസ് അവിടെ പേപ്പർ 2-ലെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്കോർ ബൂസ്റ്റർ ആണ്. നിങ്ങളുടെ സ്കോർ ബൂസ്റ്റർ ആണ്. നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് നേടാൻ കഴിയുന്ന ഒരു മേഖലയാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. കാരണം മിക്കവാറും എല്ലാവരും മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിംഗ് അകത്ത് പതറും പ്രിപ്പയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ. റൈറ്റ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. സോ 80 മിനിറ്റ്സ് അതിന്റെ അപ്പുറത്തോട്ട് പോയത്. ഇനി ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ JRF ആണ് നോക്കുന്നത്. നമ്മൾ നെറ്റ് എന്നുള്ള രീതിയിലല്ല, JRF എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 35 എണ്ണെങ്കിലും കറക്റ്റ് ആക്കാൻ നോക്കണം. ഒരു 35 ഔട്ട് ഓഫ് 50 ഒരു 35 എങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുള്ളതാണ്. അത് എത്തുകയാണ് 35 to 40 നിങ്ങൾക്ക് കറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പകുതി ബാറ്റിൽ അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് 35 to 40 നിങ്ങൾ അവിടെ സ്കോർ ചെയ്യുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് അറൌണ്ട് 70 to 80 മാർക്സ്. റൈറ്റ്. പേപ്പർ 2-ന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 100-ൽ ഒരു 70 എണ്ണമെങ്കിലും എന്ത് ചെയ്യണം, കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാ ടോപ്പിക്സും വളരെയധികം പഠിച്ച് ഭയങ്കര തറവായിട്ട് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ചില ടോപ്പിക്സ് വിട്ടാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ മറ്റു ടോപ്പിക്കുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് ആ കോർ ടോപ്പിക്സിനകത്ത് ശ്രദ്ധ കൊടുക്കണം. അടുത്തത് എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലും പിന്നെ കുറെ ആൾക്കാരുടെ കുട്ടികളുടെ എല്ലാം എന്താ പറയാ, അവർ ചെയ്യുന്ന എക്സാംസ് എല്ലാം നമ്മൾ ഒരുപാട് എക്സാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ട്രിക്സിൽ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി എടുത്ത ഒരു സംഭവമാണിത്. യു നെവർ ചേഞ്ച് യുവർ ആൻസേഴ്സ്. പ്രത്യേകിച്ച് ഇത് ഒരു എന്താ പറയാ, നമ്മളുടെ എക്സാമിന്റെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ തന്നെയായിരിക്കും നിങ്ങളുടെ മിക്കവാറും നിങ്ങളുടെ ബെസ്റ്റ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മിക്കവാറും കൂടുതൽ ആൾക്കാർക്കും ഓൾറെഡി എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെയും തിരിച്ചു പോയി അതിനെ ഉത്തരം മാറ്റുമ്പോഴായിരിക്കും അത് തെറ്റാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പം ഇനിയും പിന്നെ ഞാൻ വന്ന് നോക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ ആലോചിക്കരുത്. ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു പോകുമ്പോൾ തന്നെ അപ്പൊ തന്നെ അതിന് എന്ത് ചെയ്യുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു സമയത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് കുറെ സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വന്ന് നോക്കാം. പക്ഷെ പ്ലീസ് ഡോണ്ട് അൺനെസസറിലി എന്ത് ചെയ്യുക, വെറുതെ പോയിട്ട് ആൻസേഴ്സ് ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചേഞ്ച് ചെയ്തിട്ട്
ജസ്റ്റ് ചെറിയ നേരിയ മാർക്കിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നെറ്റ് കിട്ടുന്നത് മിസ്സായിട്ടുണ്ട്. സോ അത് ഓർത്ത് വെക്കണം. നെവർ ചേഞ്ച് യുവർ, വെറുതെ ആവശ്യമില്ലാണ്ട് എന്ത് ചെയ്യുക, പോയിട്ട് പിന്നെയും എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത് എന്നുള്ളതാണ്. ആൻസർ എവറിത്തിങ് യു നോ ആൻഡ് അറ്റംപ്റ്റ് 50% ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫിൽ ഓൾ ദ ബ്ലാങ്ക് ബിഫോർ ദ ടൈം എൻഡ്സ് എന്നാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 35 എണ്ണം നമ്മളുടെ ഈ പറയുന്ന പേപ്പർ 1ന്റെ അകത്ത് നേടുക, 35 ക്വസ്റ്റ്യൻസ്. പേപ്പർ 2-ല് ഒരു 70 ക്വസ്റ്റ്യൻസ് നേടുകയാണെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട് നിങ്ങൾക്ക് 210 മാർക്ക് എന്തായാലും കിട്ടും. അതിന്റെ അർത്ഥം നിങ്ങൾ UGC നെറ്റ് എന്തായാലും മിക്കവാറും എന്തായാലും ക്ലിയർ ചെയ്യും. UGC നെറ്റ് മിക്കവാറും എന്തായാലും ക്ലിയർ ചെയ്യും. JRF എന്നുള്ളത് ഒരു 2-4 ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, UGC JRF നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഓൾവേസ് UGC നെറ്റ് മാത്രമല്ല JRF എന്നുള്ള ഒരു അംബിഷൻ ആയിരിക്കണം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഏകദേശം ഒരു 90 ഡേയ്സ് ആണ് ഇനി മുന്നിലുള്ളത് നമ്മളുടെ. നിങ്ങൾ നോക്കുകയാണ്, ഞാനൊരു June 15th ആണ് നമ്മളുടെ ഒരു ഡെഡ് ലൈൻ ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. June 15th ഒരു ഡെഡ് ലൈൻ ആയിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ ഏകദേശം അറൌണ്ട് ഒരു 90 ഡേയ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പം ഇത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് ആദ്യത്തെ 30 ദിവസം അല്ലെങ്കിൽ നമ്മളൊരു 3 ഫേസുകളായിട്ട് നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 30 ഡേയ്സ് നിങ്ങൾ കോർ സബ്ജക്റ്റിൽ മാസ്റ്ററി വരുത്താനാണ് നോക്കേണ്ടത്. കാരണം ഇത് നിങ്ങൾ ഓൾറെഡി LLM ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്സിന്റെ അകത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ഐഡിയ ഉണ്ടാവും, നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു പ്രിസംഷനിലാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. ഇനിയിപ്പോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, യു ഹാവ് ആംപിൾ ടൈം. 30 ഡേയ്സ് ഇസ് മോർ ദാൻ ഇനഫ്. ഈ പറയുന്ന 4 ഏരിയകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ജൂറിസ്പ്രൂഡൻസ്, കൊമേഴ്ഷ്യൽ ലോ ആൻഡ് ലോ ഓഫ് ക്രൈംസ്, ഈ 4 ഏരിയകൾ നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കണം. ഡിവോട്ട് മോർ ടൈം ഈ 4 സബ്ജക്ട്സിന്. അത് കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫുൾ ഇത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും സമയം കൊടുക്കണം അതിന്റെ കൂടെ തന്നെ. അത് ഇപ്പൊ മേ ബി ഒരു 60% ഓഫ് ദ ടൈം ഗിവ് ഫോർ കോർ സബ്ജക്ട്സ് നമ്മൾ പേപ്പർ 2-ലുള്ള. ബാക്കിയുള്ള ഒരു 30 to 40% ടൈം നിങ്ങൾ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ലോജിക്കൽ റീസണിങ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷെഡ്യൂൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇതൊക്കെ സാധ്യമാവുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. കാരണം നമ്മൾ ഇത് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മൾ ഇൻഹറന്റ്ലി മനുഷ്യന്മാർ വളരെ ലേസി ആയിട്ടുള്ള ആനിമൽസ് ആണ്. ഇൻഹറന്റ്ലി മനുഷ്യന്മാരുടെ സർവൈവലിന് വേണ്ടിയിട്ട് മാത്രമേ മനുഷ്യന്മാർ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യന്മാർ എന്ത് ചെയ്യില്ല, ഇൻഹറന്റ്ലി വളരെ മടിയന്മാരായിട്ടുള്ള ആളുകളാണ് മനുഷ്യന്മാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അന്ന് രാവിലെ എണീറ്റിട്ട് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യണം, നെക്സ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇവിടെ വേണ്ടത് ഡിസിപ്ലിൻ ആണ്. ഇവിടെ നിങ്ങൾ കുറെ ബൈഹാർട്ട് ചെയ്യാനുള്ള മെമ്മറി ചെയ്യാനുള്ള പവർ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അതിലല്ല കാര്യം. കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി അടുത്ത 90 ഡേയ്സ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, നെറ്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് അക്കാഡമിക്സിലോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നെറ്റ് നിർബന്ധമാണ്. അത് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പൊ പ്രൈവറ്റിലാണെങ്കിൽ പോലും ഇനിയിപ്പോ നെറ്റൊക്കെ മാൻഡേറ്ററി ആക്കാൻ പോവാന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. അപ്പം നെറ്റ് ഒരു ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങളുടെ ഒരു വളരെ നല്ലൊരു ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷന്റെ കാരണം ഇതിന് എക്സ്പയറി ഇല്ല, റൈറ്റ്? ഈവൻ JRF ഇസ് ഓൾസോ എ ക്വാളിഫിക്കേഷൻ. JRF എന്ന് പറയുന്നത് അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്കറിയാം എത്ര ചുരുക്കം പേർക്ക് മാത്രമേ JRF കിട്ടുന്നുള്ളൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. അപ്പം അതും ലൈഫ് ടൈം നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ വിൽ റിമെയിൻ വിത്ത് യു. അതിന്റെ യൂസ് എന്ന് പറയുന്നത് 3 വർഷത്തോട്ടാണ്. 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു PhDക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റൈപ്പൻഡ് കിട്ടുള്ളൂ. 37,000 rupees ആണ് സ്റ്റൈപ്പ് എന്ന് പറയുന്നത്. 2 കൊല്ലം കഴിഞ്ഞാൽ അത് SRF ആവും, സീനിയർ റിസർച്ച് ഫെലോ 42,000 രൂപയാവും പ്ലസ് HRA. അപ്പം നമ്മളിപ്പോ ഇനി അങ്ങോട്ട് എടുക്കുന്ന ഒരു 3 മാസം നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ആയിരിക്കും നിങ്ങളുടെ കൂടെ ജീവിതകാലം മൊത്തം ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളത്. നിങ്ങൾക്ക് ഇത് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അത് ഒന്ന് ഓർത്ത് വെക്കുക. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ പ്രിപ്പറേഷൻ മുന്നോട്ട് വെക്കേണ്ടത്. ഇന്ത്യയിലുള്ള ഏത് ലോ കോളേജിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ പഠിപ്പിക്കാനുള്ള യോഗ്യത നേടുകയാണുള്ളത് നെറ്റ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം ഡെഫിനറ്റ്ലി അത് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ആൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്, റൈറ്റ്? അപ്പം
ഈ പറയുന്ന 30 ദിവസത്തിൽ 4 സബ്ജക്ട്സ് പ്ലസ് ഒരു 2 or 3 അനാലിറ്റിക്കൽ സബ്ജക്ട്സ്, നമ്മുടെ പേപ്പർ 1 സബ്ജക്ട്സ് നിങ്ങൾ നോക്കണം. ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു സബ്ജക്ട് ബേസിസിലുള്ള ഒരു മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇപ്പൊ ChatGPTയും അതേപോലെ ജെമിനി ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനോട് ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. 31 to 60 നമ്മളുടെ സെക്കൻഡ് ഫേസ് ആണ്. അതിൽ ബാക്കിയുള്ള റിമൈനിങ് പേപ്പേഴ്സ് ഉള്ള സബ്ജക്ട്സ് നിങ്ങൾ കവർ ചെയ്യുക. നമ്മളുടെ ലെസ് ഇമ്പോർട്ടൻറ്റ്, അതായത് കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് നോക്കുക. പക്ഷെ ഈ ഒരു ഓരോ ടോപ്പിക്സിലും നിങ്ങൾ നോക്കിയ ഫാമിലി ലോ ആണെങ്കിലും ലോ ഓഫ് ടോക്സ് ആണെങ്കിലും പബ്ലിക് ഇന്ററാക്ഷൻ ലോ ഒക്കെ ആണെങ്കിൽ പോലും ചില ഏരിയകൾ ഉണ്ട് പഠിക്കേണ്ടതായിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. കാരണം ഇതെല്ലാം നോക്കാൻ ആവശ്യമില്ല, ചില ഏരിയകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അത് ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കി പോകണം. പിന്നെ പേപ്പർ 1 റിമൈനിങ് ടോപ്പിക്സ് എന്ത് ചെയ്യുക, നല്ലപോലെ വായിച്ച് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ ഫേസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പൊ ഒരു 8 ഫുൾ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യണം, അപ്പോഴത്തേക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ആൻഡ് ഫൈനൽ ഫേസ് ആയിട്ടുള്ള 61 മുതൽ 90 ഡേയ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ 61 to 71 ഡേയ്സിൽ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആ റിവിഷന്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് കേസുകൾ, ഞാൻ ഇവിടെ 30 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ ഒരു 100 ലാൻഡ്മാർക്ക് കേസസ്, എസ്പെഷ്യലി ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അതേപോലെ തന്നെ നമ്മളുടെ ലോ ഓഫ് ക്രൈംസ്, ഈ ഏരിയകളുടെ അകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി വെക്കണം. ബെയർ ആക്ട് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബെയർ ആക്ട് വായിക്കണം, ഒന്ന് സ്പീഡിൽ വായിച്ചു പോകണം. ബെയർ ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബെയർ ആക്ട് നിർബന്ധമായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതേപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന DPSP, ആ ഏരിയകൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചിരിക്കണം. ബെയർ ആക്ട് തന്നെ വായിച്ചിരിക്കണം, യാതൊരു സംശയമില്ല. ബെയർ ആക്ട് തന്നെ വായിച്ചിരിക്കണം. കാരണം അതിന്റെ അകത്ത് നിന്ന് ചോദ്യങ്ങൾ അങ്ങനെ തന്നെ എടുത്തു വയ്ക്കും. കാരണം ഞാൻ പറഞ്ഞ ഈ ക്രോണോളജി ഒക്കെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് നമ്മൾ നോക്കണം. ക്രോണോളജി മാത്രമല്ല, കോമ്പോസിഷൻ, നമ്പേഴ്സ്, കാരണം ആ ഏരിയകളുടെ അകത്ത് നമുക്ക് കുറെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം, എടുത്തെഴുതി വെക്കണം. അതേപോലെ തന്നെ നമ്മുടെ PNS, നമ്മള് ഭാരതീയ നാഗരിക സുരക്ഷാ സമിതിയോ അല്ലെ ഭാരതീയ സാക്ഷരതയോ ഒന്നും പഠിക്കാനില്ല, അതൊന്നും സിലബസ് ഇല്ല. പ്രത്യേകിച്ച് വെറും ലോ ഓഫ് ക്രൈംസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, നമ്മളെ BNS മാത്രമാണ് സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതേ പഠിക്കാനുള്ളൂ. അപ്പൊ അതിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ്, പുതിയതായിട്ട് വന്നിട്ടുള്ള സെക്ഷൻസ്, ഇത് നോക്കി വെക്കണം. കാരണം ഡയറക്റ്റ് സെക്ഷൻ നമ്മൾ ചിലപ്പോൾ ചോദിക്കാം. ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഏത് സെക്ഷൻ ആണ് ചിലപ്പോൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡയറക്റ്റ് സ്നാച്ചിങ് എന്ന് പറയുന്നത് പുതിയൊരു ഒഫൻസ് ആണ്. സ്നാച്ചിങ് എവിടെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഡയറക്റ്റ്ലി ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെ? അതേപോലെ മോബ് ലിഞ്ചിന്റെ കോൺസെപ്റ്റ് നമ്മളുടെ ഭാരതീയ ന്യായ സന്നിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് എവിടെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ചോദിക്കാൻ വേണ്ടി പറ്റും. അത് ബെയർ ആക്ട് എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ബെയർ ആക്ട് ഒക്കെ തൽക്കാലം ലാസ്റ്റിലോട്ട് വെക്കുക. കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മെമ്മറി അധികം ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു എക്സാമിന്റെ ഒരു സമയം ആകുമ്പോഴത്തേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ലാസ്റ്റ് ഒരു 15 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യാൻ നോക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, വെറുതെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. തെറ്റുത്തരങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഇത് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ അല്ല, ഡയറക്ട്ലി ആ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കല്ല വേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കുക എന്നുള്ളതാണ്. 75-ാം ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ടോപ്പിക്സ് ഒന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. ഈ പഠിച്ച കാര്യം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയമില്ല, യു വിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് UGC നെറ്റ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനുമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ UGC നെറ്റ് വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് ടൈം. നമ്മൾ എല്ലാവരും പറയുന്ന സാധനമാണ് നമുക്ക് സമയമില്ല എന്നുള്ളത്. ബട്ട് ഇഫ് യു വോണ്ട്, യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് ടൈം. അപ്പം മനുഷ്യന്മാർക്ക് ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ മനുഷ്യന്മാർ ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എനിക്ക് നെറ്റ് വേണോ വേണ്ടയോ എന്നുള്ളത്. അത് വേണം എന്നുള്ളതാണ് ഉത്തരവെങ്കിൽ ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എത്ര സീരിയസ് ആയിട്ട് എനിക്കത് വേണം, അല്ലെങ്കിൽ എത്ര അർജന്റ്ലി എനിക്കത് വേണം എന്നുള്ളത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്.
അതിനും നിങ്ങൾ എനിക്ക് പെട്ടെന്ന് തന്നെ വേണമെന്നാണെങ്കിൽ then അടുത്ത 90 days you will not waste. You will definitely make time. ഒരു 2-3 മണിക്കൂർ പെർ ഡേ ഇതിനു വേണ്ടി ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട. 3 hours മാത്രമേ ചോദിക്കുന്നുള്ളൂ. 3 hours ഇതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ക്രാക്ക് UGC നെറ്റ്. അത്രയേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും വലിയ സംഭവം ഒന്നുമല്ല. നമ്മൾ ഇനീഷ്യലി ആദ്യം കണ്ട വലിയൊരു ഭയാനകമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ പോലും ഇത് ഡിസിപ്ലിൻ ആയിട്ടുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ബുക്ക് റെക്കമെൻഡേഷൻസ് പലരും ചോദിക്കുന്ന ഒരു സാധനമാണ്. പേപ്പർ 1 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് KVS മദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എഴുതിയ ബുക്കാണ് പേപ്പർ 1. ഇത് ആണ് ഏറ്റവും ബെസ്റ്റ് ബുക്ക്. പേപ്പർ 1 ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഇത് തന്നെയാണ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി വായിച്ചു തീർക്കണം. ഇതിന്റെ പ്രാക്ടീസ് ടെസ്റ്റുകളെല്ലാം നിങ്ങൾ ചെയ്യണം. ഈ ബുക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വർത്ത് ഇറ്റ്, യാതൊരു സംശയമില്ല. അപ്പം പേപ്പർ 1 ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബുക്കാണ് ഈ KVS മദന്റെ. പേപ്പർ 2 ബുക്കുകൾ ഒരിക്കലും ഒരു സിംഗിൾ ബുക്ക് എന്നുള്ളത് നിങ്ങൾ നോക്കി പോവാണെങ്കിൽ അത് മണ്ടത്തിലാവും. അങ്ങനത്തെ ഒരു ബുക്ക് ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നില്ല മാർക്കറ്റിൽ. സിംഗിൾ ബുക്ക് എന്നുള്ള രീതിയിൽ സാധനം ഇല്ല. മേ ബി നിങ്ങൾ ആമസോണിൽ എടുത്തു പോയി കഴിഞ്ഞാൽ കുറെ എണ്ണം കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. അതിലൊന്നും കംപ്ലീറ്റ്ലി ഇത് കോംപ്രിഹെൻസീവ്ലി കവർ ചെയ്തിട്ടില്ല പല ടോപ്പിക്സും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ടോപ്പിക് വൈസ് എടുക്കുക, എന്നിട്ട് നമ്മൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുക, കോൺട്രാക്ട് ആണെങ്കിൽ കോൺട്രാക്ടിന്റെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുക. ആ ഒരു ഏരിയ വായിക്കുക. നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള നോട്ട്സ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ അത് എഴുതുമ്പോൾ ഒന്ന് ആലോചിക്കണം, നിങ്ങൾ റിവൈസ് ചെയ്യാനും കൂടിയാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് ആലോചിച്ച് വെക്കണം. അങ്ങനെ പ്രിപ്പയർ ചെയ്യണം പേപ്പർ 2. ഇതിന്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ വേറെ ആക്ടും കൂടെ ഉണ്ടാവണം. വേറെ ആക്ടും എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോകണം, അത്രേ ഉള്ളൂ. പക്ഷെ ലാസ്റ്റിലോട്ടായിരിക്കണം വേറെ ആക്ട് നിങ്ങൾ നല്ലപോലെ വായിക്കേണ്ടത്. ഇതാണ് ഒരു സിസ്റ്റമാറ്റിക് ആയുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ കീ ടേക്ക് അവേസ്, നമ്മൾ ഇന്നിപ്പോ സംസാരിച്ചതിന്റെ അത് കീ ടേക്ക് അവേസ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നോ നെഗറ്റീവ് മാർക്കിംഗ്. അതുകൊണ്ട് എല്ലാവരും എഴുതുക ഫുൾ, എല്ലാം 150 ക്വസ്റ്റ്യൻസും എന്തായാലും എഴുതണം. 2, എല്ലാ യൂണിറ്റ്സും ഈക്വൽ അല്ല. നമ്മളുടെ ഈക്വാലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ നമ്മൾ നോക്കരുത്. എല്ലാ യൂണിറ്റ്സും ഈക്വൽ അല്ല. ചില യൂണിറ്റ്സ് കുറച്ചും കൂടി അധികം വെയിറ്റേജ് കിട്ടുന്നതാണ്. അതിൻ്റെതായിട്ടുള്ള പരിഗണന അതിന് കൊടുക്കണം. കോർ സബ്ജക്ട്സ് നമ്മൾ നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്യണം. പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു മാർക്ക് ബൂസ്റ്റർ ആണ്. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് തരുന്ന ഒരു പേപ്പറാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പം ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ഓർത്ത് വെക്കുക. പിന്നെ തീമുകൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോകരുത്. പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് വരില്ല, റിപ്പീറ്റ് ചെയ്യില്ല. പക്ഷെ ആ തീം റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. തീം ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടായിരിക്കണം പഠിക്കേണ്ടത്. നമ്മൾ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് സ്ട്രക്ചർ ആര് കൊണ്ടുപോകുന്നു, ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫെഡറലിസത്തിനെ കുറിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഫെഡറലിസം, അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അതിന്റെ അമെന്റ്മെന്റിനെ കുറിച്ചിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മാപ്പ് പോലെ വരച്ചു വെക്കണം. നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങളിപ്പോ ബേസിക് സ്ട്രക്ചർ എഴുതാണ്, ഒരു ലൈൻ പോകുന്നത് എങ്ങോട്ടാണ്, ഇമ്പോർട്ടന്റ് കേസസ്, ബേസിക് സ്ട്രക്ചറിന്റെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് കേസസ്. വേറൊരു ലൈൻ പോകുന്നത് ആ ബേസിക് സ്ട്രക്ചറിലോട്ട് എത്തിപ്പെടുന്ന അമെന്റ്മെന്റുകൾ, ഏതൊക്കെ അമെന്റ്മെന്റുകളാണ് എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ബേസിക് സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ എന്നുള്ള കാര്യങ്ങൾ വരുന്ന ഒരു കാര്യം. മറ്റേ ലൈന് പോകുന്നത് എന്താണ്, ഏതൊക്കെ ജഡ്ജ്മെന്റ്സിലൂടെ ബേസിക് സ്ട്രക്ചറിനെ, എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചറുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിട്ടായിരിക്കണം പഠിക്കേണ്ടത്. കാരണം ഒരിക്കലും പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് റിപ്പീറ്റ് ആവില്ല, പക്ഷെ തീം റിപ്പീറ്റ് ആവും. ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഒരു ക്വസ്റ്റ്യൻ. ദെൻ ആക്റ്റീവ് പ്രാക്ടീസ് ആണ്. വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല, പ്രാക്ടീസ് വേണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. നിങ്ങൾ ഒന്നിക്കൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളെ ടെസ്റ്റ് ചെയ്യണം. AI യൂസ് ചെയ്യാം. ഇഷ്ടം പോലെ AI ടൂൾസ് ഉണ്ട്. നിങ്ങൾ പഠിച്ച നിങ്ങളുടെ നോട്ട്സ് എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത് MCQs ഉണ്ടാക്കി തരാൻ പറയാം. എന്നിട്ട് നിങ്ങൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നോക്കാം. വേറെ ആക്ടുകൾ നിർബന്ധമായിട്ടും വായിക്കണം. AI ഉപയോഗിക്കാത്ത AIയുടെ കാലഘട്ടം AI ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് മണ്ടത്തരാണ്. നിങ്ങൾ മാക്സിമം AI യൂസ് ചെയ്യുക. AI യൂസ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ വേറെ ആക്ടുകളൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സാധനം മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു പോർഷൻ AIയിലോട്ട്, ഏതെങ്കിലും ഒരു AIയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം,
പ്ലീസ് എക്സ്പ്ലെയിൻ എന്നുള്ള രീതി, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ടൈം അലോക്കേഷൻ, പേപ്പർ 1ന്റെ അകത്ത് ഓൾറെഡി പറഞ്ഞു 80 മിനിറ്റിൽ അധികം എടുക്കരുത്. അതിന്റെ അപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം മൊത്തത്തിൽ താളം തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അത് നോക്കണം. പിന്നെ ഒരു മിസ്റ്റേക്ക് ബുക്ക് എന്നുള്ളൊരു സംഭവം, അതായത് മിസ്റ്റേക്ക് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ മോക്ക് ടെസ്റ്റുകളെല്ലാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉത്തരങ്ങൾ തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അഥവാ ഗസ് ചെയ്തതാണെങ്കിൽ എന്തൊക്കെ ഗസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അത് പഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള തീമുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു UGC നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, UGC നെറ്റിന്റെ കോച്ചിങ് നമ്മൾ റിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു കോച്ചിങ്ങിലോട്ട് വരുന്നത്. കാരണം ഇത് പ്ലാന് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. 2 വർഷം മുന്നേ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു UGC നെറ്റിന് കോച്ചിങ് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഈ ഒരു എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് സാധാരണ LLBക്കോ LLMനോ ചെയ്യുന്ന പോലത്തെ ഒരു സാധനം ആവരുത്. ഇത് കുറച്ചും കൂടി അധികം പ്രിപ്പറേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ, പ്രിപ്പറേഷൻ ഇൻ ദ സെൻസ് ഇത് ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും കാലം ഇപ്പൊ ഡിലേ ആയത്. ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു, ഉണ്ടോ നെറ്റിന്റെ കോച്ചിങ് ഉണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതുവരെ നമുക്ക് അതിനൊരു ഡെഫിനറ്റീവ് ആയിട്ടൊരു ഉത്തരം നൽകാൻ വേണ്ടി പറ്റിയില്ല. ഈവൻ ഈ ഒരു കോഴ്സ് ഞാൻ ഇപ്പൊ ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ പോലും നമ്മളൊരു കണ്ടീഷൻ ഇട്ടിട്ടാണ് അനൗൺസ് ചെയ്യുന്നത്. നമ്മൾക്ക് അറൌണ്ട് ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ട്, ഒരു ടാർഗറ്റ് നമ്പർ ഉണ്ട്. അത്രയും രജിസ്ട്രേഷൻസ് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം അത് അത്രയും കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം വളരെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു നെറ്റിന്റെ കോച്ചിങ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ടൈമും നമ്മുടെ എനർജിയും കുറെ വെറുതെ സമയം പോകുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലൊരു ബെനിഫിറ്റ് കിട്ടണം എന്നില്ല. അപ്പം നമ്മളൊരു പെർട്ടിക്കുലർ നമ്പർ നമ്മളുടെ മൈൻഡിലുണ്ട്. ആ ഒരു നമ്പർ ഓഫ് രജിസ്ട്രേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മളിത് ഓഫർ ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് April 2nd വീക്കോട് കൂടി ഇത് സ്റ്റാർട്ട് ചെയ്യാനാണ്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും April 1st വീക്ക് ആകുമ്പോഴത്തേലും നമുക്ക് ആ ഒരു നമ്പറിൽ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇതുമായിട്ട് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, മെറ്റീരിയൽസ്, ഇതിന്റെ നോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളതാണ്. ഇതിന്റെ നോട്ട്സ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇറ്റ് ഇസ് ഓൺലി ഓൺ ഡിമാൻഡ് മാത്രമായിരിക്കും. ഇതിന്റെ ഉള്ളിൽ ഇത് പെടുന്നതല്ല. നോട്ട്സ് വിൽ ബി ഓൺ ഡിമാൻഡ്. അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ നോട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ ആയിരിക്കും ഈ റിറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആൻഡ് ഓൾസോ ഒരു കാര്യം പറയാനുള്ളത്, ജൂൺ എക്സാമിന് വേണ്ടിയിട്ടായിരിക്കില്ല ഈ പറയുന്ന കോച്ചിങ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ജൂൺ എന്ന് പറയുന്നത് ജസ്റ്റ് 90 ഡേയ്സേ ഉള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് അല്ല, നമ്മൾ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ബാച്ചാണ്. നമ്മൾ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റും ഓരോ യൂണിറ്റിനും കൊടുക്കേണ്ടതായിട്ടുള്ള സമയവും അത് കൊടുക്കേണ്ടതായിട്ടുള്ള ടെസ്റ്റുകളെല്ലാം നൽകിയിട്ടായിരിക്കും നമ്മൾ ഡിസംബർ എക്സാമിലോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ നമ്മൾ ഉറപ്പുവരുത്തും എന്താണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും നിങ്ങൾക്ക് അതിന്റെ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നമ്മളിത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജൂണ് നമ്മൾ ഡെലിബറേറ്റ്ലി കൊടുക്കാത്തതാണ്. കാരണം ജൂൺ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. 90 ഡേയ്സ് എന്ന് പറയുന്നത് യെസ്, ആ സിസ്റ്റമാറ്റിക് ആയി നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷനിൽ 90 ഡേയ്സ് മതിയാവും. പക്ഷെ ലോങ് ടേം 15, അതായത് ഒരു ലോങ് പ്രിപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം എന്നുള്ളൊരു സംഭവം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അധികം ദിവസം ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് എന്ന രീതിയിൽ നമ്മളിത് ഓഫർ ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർക്ക് റെഡ്സിന്റെ വെബ്സൈറ്റിൽ ഇത് ഈ പറയുന്ന ലിങ്ക് അവൈലബിൾ ആണ്. അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സിലബസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. സിലബസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സിലബസ് ഉണ്ട് UGC നെറ്റിനുള്ള. നമ്മൾ ഉണ്ടാക്കിയ ഒരു 2-3 പേജിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാ ഫുൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം. വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞങ്ങൾ നമ്മളുടെ ചാറ്റിൽ
ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് അതിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക്. യെസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ എക്സാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക്. ആർക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇപ്പം. യെസ് യെസ് പ്ലീസ് നിത. ഓക്കെ, പരീദ് ലുത്ഫിനെ അറിയില്ലേ? ഞാൻ വൈഫാണ്. യെസ് യെസ് പ്ലീസ്. ഓക്കെ, ഈ ബാരാക്ട് വായിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ കോർ സബ്ജക്ട്സിന്റെ ബാരാക്ട് മാത്രം വായിച്ചാൽ മതിയാവും? മെയിൻലി കോർ സബ്ജക്ട്സ് അല്ല ഇതിന്റെ ബാരാക്സ്. ഈ പറയുന്ന ഇതിന്റെ ബാരാക്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചില ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഉണ്ട്. അതിന്റെ അകത്തുള്ള ചില ഏരിയകൾ, ഇപ്പൊ പ്രൊഡക്ട് ലയബിലിറ്റി അങ്ങനെയൊക്കെയുള്ള പല പുതിയതായിട്ട് വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്തൊക്കെ ഉണ്ട്. എൻവയൺമെന്റ് ലോന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അതിന്റെ പ്രിയാമ്പിൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ തന്നെ നമ്മൾ വൈൽഡ് ലൈഫ് ആക്ട് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടുകൾ എൻവയൺമെന്റ് അകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിലെല്ലാം പ്രിയാമ്പിൾ ഒക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഏരിയകളുണ്ട്. അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയകളിൽ ഇന്ന ബാരാക്ടുകൾ. അതേപോലെ നമ്മളെ ഹിന്ദു മാരേജ് ആക്ടിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വരുന്ന കുറച്ച് ഏരിയകളുണ്ട്. ആദ്യത്തെ ഒരു കുറച്ച് സെക്ഷൻസ് ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാത്തിന്റെയും വായിച്ചു കഴിഞ്ഞാൽ സമയം പോകും. പക്ഷെ നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ബാരാക്ടുകൾ എന്ത് ചെയ്യണം, നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കൊമേഴ്ഷ്യൽ ലോ കോർ സബ്ജക്ട്സിൽ വരുന്ന കോർ സബ്ജക്ട്സിന് എന്തായാലും നിങ്ങൾ വായിക്കണം, യാതൊരു സംശയമില്ല, അത് എന്തായാലും വായിക്കണം. പക്ഷെ ബാക്കിയുള്ളതിന് സെലക്റ്റീവ്ലി നിങ്ങൾ വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. BNSന്റെ അകത്തൊക്കെ പുതിയതായിട്ട് വന്ന സെക്ഷൻസ്, പുതിയതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിക്കണം. ഈ ബാരാക്ട് വായിക്കുന്നതിന് 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, സെക്ഷൻ നമ്പേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് അറിയണം, കാരണം ഡയറക്റ്റ് സെക്ഷൻ നമ്പർ ചോദിക്കാം. 2, അതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അതിന്റെ അകത്ത് ഇതിന്റെ ഏത് പ്രിൻസിപ്പിൾ എല്ലാന്നാ ചോദിച്ചിരിക്കുന്നത്. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അതിന്റെ അകത്തുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ പോലും അതിനകത്ത് ഫെമിലിയർ അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രാൻസ്ലിംഗ്വലിസം എന്നാണ്. NEPയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൾട്ടി ലിംഗ്വലിസം എന്നാണ്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മൾട്ടി ലിംഗ്വലിസം ആണ് അവിടെ ഉപയോഗിച്ചത് എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ വായിക്കാനും അതുമായിട്ട് ഒരു ഫെമിലിയാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാരാക്ട് വായിക്കണം എന്ന് പറഞ്ഞത്. സമയം നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊന്നും വായിച്ചു തീർക്കാൻ പറ്റില്ല എന്നുള്ള. ഞാനിത് ജുഡീഷ്യറിക്ക് പഠിക്കുന്ന പോലെ ബാരാക്ട് വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ജുഡീഷ്യറിക്ക് നമ്മൾ വേറെ തന്നെ രീതിയിലാണ് അതിന്റെ റീഡിങ് നടക്കുന്നത്. പക്ഷെ ഇതിന് നമ്മൾ വായിക്കേണ്ടതാണ്. ഇതിന് നമ്മൾ വെറും ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്ന രീതിയിലാണ് നമ്മൾ ബാരാക്സ് വായിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ടു ഏറ്റവും ലാസ്റ്റ് എക്സാമിനോട് അടുപ്പിച്ചിട്ടായിരിക്കണം നിങ്ങൾ ബാരാക്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ നിത? ഓക്കെ സർ. പിന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം എന്ന് പറയുമ്പോൾ 20 to 25 ആ റേഞ്ചിലുള്ള നോക്കിയാൽ മതിയാവും? 20 to 25 നോക്കിയാൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റ് ആവില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവാറില്ല. റിപ്പീറ്റ് ആവുന്നത് പാറ്റേൺ ആണ്, തീമാണ്. ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തീമുകൾ റിപ്പീറ്റ് ആവാറുണ്ട്. അത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഈ UGCയുടെ പേപ്പർ ഇടുന്ന ആൾക്കാർ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യും പുതിയ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് റെഫർ ചെയ്യുമ്പോൾ ഡയറക്ട്ലി ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ഇടല്ല ചെയ്യുക. ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അടുത്ത എന്ത് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് റെലവെന്റ് ആയിട്ട് ഉള്ള കാര്യം എന്ത് ചോദിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് എന്ത് ചെയ്യാം, അങ്ങനെ രീതിയിൽ. ഇപ്പൊ ഫെഡറലിസം ഒക്കെ ഈ വർഷം ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം നിറഞ്ഞു നിൽക്കുന്ന ഏരിയകൾ എന്ന് പറഞ്ഞാൽ പത്രത്തിന്റെ അകത്തൊക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഏരിയ ഫെഡറലിസം ആണ്. കാരണം MK സ്റ്റാലിൻ ഫെഡറലിസത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട്, പാർലമെന്റിലെ സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചുറ്റും നടക്കുന്നത് എന്താന്നുള്ളതും കൂടി നോക്കണം. കാരണം ഇത് LLM പേപ്പേഴ്സോ അല്ലെങ്കിൽ LLB പേപ്പർ ഇടുന്നത് പോലെയല്ല നെറ്റിന്റെ പേപ്പർ എന്ന് പറയുന്നത്. നെറ്റിന്റെ പേപ്പർ ഇടുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് അത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. ആൻഡ് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ കണ്ടംപററി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്
നോക്കും. ആൻഡ് അതുമായിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കും നമ്മളുടെ ടോപ്പിക്സുമായിട്ട്. റൈറ്റ്, എല്ലാം കണ്ടംപററി ആണെന്ന് ഞാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി പഴയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈവൻ ദോ നമ്മൾ എന്ത് ചെയ്യണം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, ലീഗലായിട്ട് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ബോധവും നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, പറഞ്ഞോളൂ മിഥുൻ. ഗുഡ് മോർണിംഗ് സർ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. അപ്പൊ അതിൽ ഏതൊക്കെ ഏരിയ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷൻ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക, സിലബസിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞെങ്കിൽ സിലബസിന്റെ അകത്ത് പറയുന്നുണ്ട് പ്രിയാമ്പിളിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നിർബന്ധമായിട്ടുള്ള ഒരു ഏരിയ ആണ്. DPSP, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഇന്റർ റിലേഷൻഷിപ്പ്, യൂണിയൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, ജുഡീഷ്യറി, എമർജൻസി, ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പൊ അത്രയും ഏരിയകൾ ഡയറക്ട്ലി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് വളരെ ക്ലിയർലി ഇതിന്റെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഏരിയകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. സിലബസ് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ആവശ്യമില്ലാണ്ട് വേറെ സ്ഥലത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഉള്ള ബോഡീസ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോ പേപ്പറിനകത്തുള്ള സിലബസിനകത്തുള്ള പ്രത്യേകത, ഇതെല്ലാം മിക്ക ടോപ്പിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ടോപ്പിക്സ് എൻവയൺമെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ് ലോയിൽ വരുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി, കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ്, കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ബോഡീസ് ആണ്. അപ്പോൾ സിലബസ് നോക്കുക, സിലബസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, സ്റ്റിക്ക് ടു യുവർ സിലബസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ കുറെ വായിച്ച് പോകരുത്. യെസ്, ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ആർക്കും ഇല്ലേ? ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആർക്കും ചോദ്യമില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ അകത്ത് ചോദിക്കാവുന്നതാണ്. അഥവാ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഇവിടെ താഴെ നിങ്ങൾ ചാറ്റിന്റെ അകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പോസ്റ്റിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ഒരു കണ്ടീഷനിലാണ്, ഈ ഒരു പെർട്ടിക്കുലർ നമ്പർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് നോട്ട് ഫോർ ജൂൺ, ഡിസംബറിലോട്ടുള്ള കോച്ചിങ് ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഈ ഒരു വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വെബിനാർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.